പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പരിചിതമായൊരു വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമുക്ക് അല്പ നിമിഷങ്ങളിലെ വചനധ്യാനത്തിനായിട്ട് വായിക്കാം. കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. മതി. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവൾ അവനോട്, ഊവ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. നല്ല കർത്താവേ, അടിയങ്ങളോട് സംസാരിക്കണം. ദൈവവചനത്തിൻ്റെ ആഴമായ ഒരു വെളിപ്പാട് ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകണം. ജനങ്ങളെ തൊട്ട് കർത്താവ് ഇടപെടണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരാത്മീക മുന്നേറ്റമായി തീരുവാൻ ദൈവം സഹായിക്കണം. ബലമുള്ള ക്രൂശിന് മറയും യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരമുയർത്തി ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സുവിശേഷ ഗ്രന്ഥങ്ങൾ 4 സുവിശേഷം 1. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം 1 ഉള്ളൂ, പക്ഷേ സുവിശേഷ ഗ്രന്ഥങ്ങൾ 4 ഉണ്ട്. സുവിശേഷം വളരെ ലളിതമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. 4 പേരും എഴുതിയത് 4 വ്യത്യസ്തതയാർന്ന ആംഗിളിൽ നിന്നുകൊണ്ടാണ്. മത്തായിയും ലൂക്കോസും യേശു എന്ത് പറഞ്ഞു എന്നെഴുതിയപ്പോൾ, മർക്കോസ് യേശു എന്ത് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുക. സ്തോത്രം. വളരെ ദീർഘമായിട്ട് മത്തായിയും ലൂക്കോസും യേശു എന്താണ് പറഞ്ഞത്, ഒലിവുമല പ്രസംഗത്തിലൂടെ, ഗിരിപ്രഭാഷണത്തിലൂടെ, കടൽക്കരയിലെ മെസ്സേജിലൂടെയൊക്കെ യേശു എന്താണ് പറഞ്ഞതെന്ന് വിശദമായി അവരെഴുതിയപ്പോൾ, വിശ്രമമില്ലാതെ ഓടി നടന്നുകൊണ്ട് യേശു എന്തൊക്കെയാണ് ചെയ്തതെന്ന് മർക്കോസ് വിശദീകരിക്കുകയാണ്. എന്നാൽ ഇവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് യോഹന്നാൻ യേശു ആരാണെന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് യേശു എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ, യേശു എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ പ്രസംഗകനും കേൾവിക്കാരും യേശു ആരാണെന്ന് അറിയുന്നതിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാവിലെ ബഹുമാനായ എബ്രഹാം മറീസ് പാസ്റ്ററുമായിട്ട് അല്പസമയം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ധന്യനായ പൗലോസ് അറിഞ്ഞതുപോലൊരു പക്ഷെങ്കിൽ യേശുവിനെ അറിഞ്ഞ ഒരു മനുഷ്യനും ലോകത്തിലൊരു പക്ഷെ കാണത്തില്ല. പക്ഷെ എന്നിട്ട് ആ മനുഷ്യന്റെ ആഗ്രഹം തീർന്നില്ലെന്നുള്ളതാണ്. മരിക്കാൻ നേരത്തും താൻ പറയുന്നേ, എനിക്ക് ഇനി യേശുവിനെ അറിയണം, എനിക്ക് യേശുവിനെ അറിയണം. ഈ 10ാമത്തെ പകൽ ഏതെങ്കിലും ഒരു താൽക്കാലിക ലാഭങ്ങളോ ഒരു ഭൗതിക നേട്ടങ്ങൾക്കോ അപ്പുറത്ത് എൻ്റെ യേശുവിനെ എനിക്ക് ഇന്ന് വരെ അറിഞ്ഞതിനേക്കാൾ ഒന്നുകൂടെ അടുത്തറിയണം എന്ന് ആഗ്രഹിച്ച് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പൗലോസ് ആദ്യമൊക്കെ യേശുവിനെ അറിഞ്ഞപ്പോൾ, ഈ യേശു ഇത്രയും നല്ലവനാണെങ്കിൽ
എൻ്റെ ലാഭമല്ല ഇന്ന് തൊട്ട് എനിക്ക് വേണ്ട, മുതൽ വേണമെന്ന് തന്നെ ആഗ്രഹിച്ചേ. ക്രിസ്തു നിമിത്തം തനിക്ക് ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണയെന്ന് പറഞ്ഞാൽ മുതൽ വിട്ടില്ലെന്നാ. സ്തോത്രം. കുറെ കൂടെ പൗലോസ് അറിഞ്ഞപ്പോ പറയുകയാണ്, ഞാൻ ക്രിസ്തു നിമിത്തം സകലവും മുതലും ചപ്പെന്നും ചവർന്ന് വെണ്ണുകയാണ്. അറിവ് കൂടുമ്പോഴാണ് പലതും വേണ്ടെന്ന് വെക്കുന്നത്. അറിവ് കുറഞ്ഞത് കൊണ്ടാണ് മറ്റു പലതും വേണമെന്ന് വിചാരിച്ച് നമ്മൾ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നത്. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ എല്ലാവരെയും വിളിച്ച് ഇവിടെ ഒരു ഓഫീസ് വെച്ചിട്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പറയാൻ പറഞ്ഞാൽ മുഴുവൻ 99% ഭൗതിക കാര്യങ്ങളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം, എനിക്ക് അവനെ ഒന്നുകൂടെ അറിയണം. എനിക്ക് അവന്റെ കഷ്ടാനുഭവം ഇങ്ങനെ ഓരോ സ്റ്റേജിലും മാറി മാറി പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് ആ കഷ്ടാനുഭവം എൻ്റെ ദൈവത്തിലൊന്ന് അനുഭവിച്ചറിയണം. കഷ്ടമനുഭവിച്ചു എന്നും പറഞ്ഞ് ഗതസമനം മുതൽ ഗാഗുൽത്ത വരെ പ്രസംഗിച്ച ആളുകളെ ഇളക്കുന്നതിനെക്കാട്ടിൽ പൗലോസിന് ഇഷ്ടം, എനിക്ക് എൻ്റെ ശരീരത്തിൽ ആ കഷ്ടം ഒന്ന് അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവന്റെ മരണത്തോട് ഒന്ന് ഏകീഭവിക്കണം. പുനരുത്ഥാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ല. എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്കൊന്ന് അനുഭവിച്ചറിയണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാവിലെ ഈ താൽക്കാലികമായ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ, എൻ്റെ കർത്താവിനെ, എൻ്റെ യേശുവിനെ ഒന്നുകൂടെ ഒന്ന് അറിയണം. ഹല്ലേലൂയ. കൊതിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നമ്മൾ ഈ മാർത്ത എന്ന ബഹുമാന്യയായ കർത്തുദാസിയെ കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ സഹോദരിമാർ വാക്കിയെടുക്കുമ്പോൾ പറയുന്നത്, മാർത്തേ മാർത്തേ നീ പറഞ്ഞേ. എല്ലാവർക്കും അറിയാം. പലതിനെ ചൊല്ലി അവളങ്ങ് അടുക്കളയിലായിരുന്നു നോക്കിയ. സ്തോത്രം. പക്ഷെ അവിടെ ശരീരം മാത്രമേ ഉള്ളായിരുന്നു അടുക്കളയിൽ. മറിയയുടെ ശരീരവും കാക്കലായിരുന്നെങ്കിലും മാർത്തയുടെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരുന്നു. 33.5 വർഷത്തിൽ 3.5 വർഷവും തുടർമാനം മറിയ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കട്ടെ, മറിയക്കില്ലാത്തൊരു വെളിപ്പാട് അടുക്കളയിൽ നിന്നവർക്കുണ്ടായി. നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഞാൻ അറിയുന്നെന്ന് മറിയല്ല പറഞ്ഞേ. ഹല്ലേലൂയ. നോക്കിക്കേ, എനിക്ക് തോന്നുന്നത് മുഴുവൻ നോട്ടും അവളെ കുറിച്ചെടുത്ത് കാണും മറിയ. വള്ളി പുള്ളി വിടാതെ മുഴുവൻ നോട്ടും കുറിച്ചെടുത്ത ആളായിരിക്കും മറിയ. പക്ഷെ മറിയക്കില്ലാത്തൊരു വെളിപ്പാട് അടുക്കളയിൽ നിന്നവർക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്താ അവിടെ വെളിപ്പാട്? നീ 4 ദിവസം താമസിച്ചു പോയത് കൊണ്ട് എന്റെ മറുപടി മാറത്തില്ല. ഇപ്പോഴും അസ്ഥി മാംസവും കണ്ണും കാതും എല്ലാം വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും നീ ആരാന്ന് എനിക്കറിയാം. ഇപ്പോഴും നീ ഒരു വാക്ക് പറഞ്ഞാൽ അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാ. ഇന്ന് പകൽ അകത്തില്ലായിരുന്നെങ്കിലും അടുക്കളയിലായിരുന്നെങ്കിലും യേശു ആരാന്ന് അവൾ ഗ്രഹിച്ചെങ്കിൽ ഈ 10ാമത്തെ പകൽ മറ്റൊന്നും നീ അറിഞ്ഞില്ലെങ്കിലും യേശു ആരാന്നൊന്നറിയാൻ മത്തായി അങ്ങ് അബ്രഹാമിൽ തുടങ്ങി 10-20 തലമുറകളെ വെട്ടിമാറ്റിയിട്ട് അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി മത്തായി എഴുതി. സ്തോത്രം. ലൂക്കോസ് കുറെ കൂടെ പുറകെ പോയി ആദാം ദൈവത്തിന്റെ മകൻ എന്ന് തുടങ്ങി യേശുക്രിസ്തുവിൽ കൊണ്ടുവന്നു. പക്ഷെ യോഹന്നാന്റെ വെളിപ്പാട് ഇതൊന്നുമല്ല.
മത്തായിക്ക് അബ്രഹാം വരെ കാണാനേ ഉള്ളായിരുന്നു കണ്ണ്. ലൂക്കോസിന് ആദാം വരെ കാണാനേ ഉള്ളായിരുന്നു കണ്ണ്. പക്ഷെ യോഹന്നാൻ ആദിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ അറിവനുസരിച്ച് ഒരു പരിധി വെച്ചിട്ടുണ്ട്. അബ്രഹാം വരെയോ ആദാം വരെയോ നിന്റെ വലിയപ്പൂപ്പൻ വരെയോ 100 വർഷം മുമ്പേ കുമ്പനാട്ടോ മുളക്കഴയോ ഉണ്ടായ ഉണർവ് വരെയൊക്കെ നിനക്കറിയായിരിക്കും. പക്ഷെ യോഹന്നാന്റെ തലമതല്ല. കാരണം യോഹന്നാൻ കൃപ പ്രാപിച്ചത് ക്രൂശിന്റെ ചവിട്ടിൽ നിന്നാണ്. ഹല്ലേലൂയ. മറ്റേ 11 പേരും എതിലെയൊക്കെയോ മാറി മറിഞ്ഞുമൊക്കെ നിന്നപ്പോൾ ക്രൂശിന്റെ ചവിട്ടി നിന്നവൻ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ നിന്റെ ആരംഭം ക്രൂശിന്റെ ചവിട്ടി നിന്നാണെങ്കിൽ നിന്റെ വെളിപ്പാടിന്റെ തലവും ഇന്ന് പകൽക്കാലം ദൈവം മാറ്റുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിനെ അറിയേണ്ടതുപോലെ ഒന്നറിയാൻ ഈ ദൂരെ നിന്നവരൊക്കെ എഴുതി, മത്തായി എഴുതി, മർക്കോസ് എഴുതി, ലൂക്കോസ് എഴുതി, അവരൊക്കെ എഴുതിയപ്പോൾ ഉറക്ക നിലവിളിച്ചു പ്രാണനെ വിട്ടെന്ന് എഴുതി അവസാനിപ്പിച്ചു. പക്ഷെ യോഹന്നാൻ അങ്ങനെ എഴുതിയില്ല. യോഹന്നാൻ മാത്രം എഴുതി നിവർത്തിയായി എന്ന് പറഞ്ഞു പ്രാണനെ വിട്ടു. മറ്റൊരു 3 അലറിക്കരഞ്ഞ് പ്രാണനെ വിട്ടെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തപ്പോൾ യോഹന്നാൻ അലറിക്കരഞ്ഞെന്ന് എഴുതി അവസാനിപ്പിച്ചില്ല. അവൻ ചുവട്ടി നിന്ന് കേട്ടവനാ. ഹല്ലേലൂയ. അവൻ മാത്രം എഴുതി നിവർത്തിയായി, ഫിനിഷായി. ഇന്ന് പകൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി എല്ലാം നിവർത്തിയായവൻ ചേർന്ന് ഈ പകൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഈ 10ാമത്തെ പകൽ എല്ലാം നിവർത്തിയാക്കിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യോഹന്നാൻ മാത്രമേ ഉള്ളൂ യേശു ഞാനാകുന്നു എന്ന് പറഞ്ഞ 7 കാര്യം എഴുതിയേക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ യേശു ആരാണെന്ന് 7 പേര് പറഞ്ഞ കാര്യം എഴുതിയേക്കുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അതിനകത്ത് മാത്രമാണ് നഥനീയേൽ സംസാരിച്ചത്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനകത്ത് മാത്രമാണ് പത്രോസ് സംസാരിച്ചത്. ഈ സുവിശേഷത്തിൽ 7 പേര്, ശമരിയാക്കാരി അതിനകത്താണ് പറഞ്ഞത്, നീക്കോദീമോസ് അതിനകത്താണ് പറഞ്ഞത്. 7 വ്യക്തികളെ കൊണ്ട് യോഹന്നാൻ എഴുതിച്ചു ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതിനകത്ത് മാർത്തയും 7ാമത് പറഞ്ഞത് നീ ആരാന്ന് എനിക്കറിയാം. ഞങ്ങൾ ഈ 4 ദിവസമായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നത് കല്ലറയ്ക്കകത്ത് വെച്ചാലും പേര് വിളിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവ ഒരു ദൈവപുത്രനാണ് നീ എന്ന് ഇന്ന് പകൽക്കാലം എനിക്കറിയാം. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രശ്നത്തിന്റെ മറുപടി തീർന്നിട്ടില്ല. വിശ്വസിക്കുന്നവര് മാത്രമേ ആരാധിക്കാം. ഈ 10ാമത്തെ പകൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, കാര്യങ്ങൾ സമാപിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം അകത്ത് വെച്ച് അടച്ച വിഷയത്തെ പേര് വിളിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. മറിയ വൈകിട്ട് എഴുതിയെടുത്ത് എല്ലാം കൂടെ അടുക്കളയിൽ പണിത മാർത്തയോട് പറഞ്ഞു കൊടുത്തു ഒന്നുമല്ല കേട്ടോ. നിനക്ക് തിരക്കായിരുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഇന്ന് പകൽ കർത്താവ് ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞതെന്നും പറഞ്ഞ് വൈകിട്ട് മറിയ ഒരു എക്സ്ട്രാ ക്ലാസ് മാർത്തയ്ക്ക് എടുത്തൊന്നുമല്ല. അവൾ മീൻ വെട്ടുമ്പോഴും ചോറ് വെക്കുമ്പോഴും കറി വെക്കുമ്പോഴും ചപ്പാത്തി ഉണ്ടാകുന്ന കുപ്പൂസ് അടിക്കുമ്പോഴും എല്ലാം ചെവി വിടാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിന്റെ കാതും മനസ്സും
ദൈവത്തിന്റെ അടുക്കലാണെങ്കിൽ നിന്റെ ആ മരിച്ച വിഷയത്തിന് അങ്ങനെ തന്നെ പറയാൻ ദൈവം പറയുന്നു. നിന്റെ ആ ചത്ത ഒടുങ്ങിയ വിഷയത്തിന്, ഓ ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു കരം ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ ഇമ്മാനുവേലായ എന്റെ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഇങ്ങനെ ചന്തമായി നടകൊള്ളുകയാ. നിങ്ങളെ ആരാധന ഒതുക്കിക്കളയല്ല, അഭിഷേകം ഒതുക്കിക്കളയരുത്, ദൈവകൃപ ഒതുക്കിക്കളയരുത്. നിനക്ക് ദൈവം തന്ന ലെവലിലേക്ക് നീ ഇന്ന് പകൽക്കാലം ഒന്ന് സ്റ്റെപ്പ് വെച്ച് കേറി വന്നിട്ട് ഒരു വലിയ ദൈവ നിയോഗം നീ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരു വാക്യം ഒന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, മതി. യേശുവും തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ആരുണ്ടായിരുന്നു? യോഹന്നാൻ ഉണ്ടായിരുന്നു. എന്റെ കൂടെ ഒന്ന് വരണേ, വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുവിശേഷം എഴുതിയ എഴുത്തുകാരൻ എവിടെ നിൽക്കുകയായിരുന്നു? ക്രൂശിന്റെ ചുവട്ടിൽ. 10-ാമത്തെ പകലാണ്. എത്ര പേര് പ്രാർത്ഥിക്കും, ആ ക്രൂശോട് എന്നെ ഒന്ന് അടുപ്പിക്കണം? ഹല്ലേലൂയ. ഈ വചനത്തോട് നീ അടുക്കുമ്പോൾ നീ വാസ്തവത്തിൽ ഇന്ന് പകൽ ഈ ക്രൂശിനോടൊന്ന് അടുക്കണം. ആ ക്രൂശിൽ കിടക്കുന്നവന്, ചുവട്ടി നിൽക്കുന്നവനോട് എന്തൊക്കെയോ ചിലത് പറയാനുണ്ട്. എല്ലാരോടുമില്ല. ചുവട്ടി നിൽക്കുന്നവന് കൈമാറാൻ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഒരു പ്രത്യേക ദൗത്യം ചുവട്ടി നിൽക്കുന്നവന് കൈമാറാൻ ഇന്ന് പകൽ ചുവട്ടി നിൽക്കുന്നവനെ യേശു കണ്ടു. നീ എവിടെയാണ് ഈ 10-ാമത്തെ പകൽ ഇരിക്കുന്നത് നിനക്കറിയാം. ഇന്ന് പകൽ നീ നിൽക്കുന്നത് ക്രൂശിന്റെ ചുവട്ടിലാണെങ്കിൽ, ഓ ഹല്ലേലൂയ, ദീപാരാമന ശംദരാധര, നമ്മുടെ സിസ്റ്റം ടോട്ടലി ഒന്ന് മാറുന്ന പകലായത്. ഹല്ലേലൂയ. നീ പഠിച്ചു വെച്ചേക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അത് മാറിയിട്ട് ഇന്ന് രാവിലെ ആ ക്രൂശിന്റെ ചുവട്ടിലോട്ട് നിന്നെ ഒന്ന് ചേർത്തടിപ്പിക്കുന്ന നിങ്ങൾ നോക്കിക്കേ, ഈ നമ്മളെല്ലാം പ്രസംഗിക്കപ്പെടുന്ന ആളാണ് കുറേനക്കാരനായ ശീമോൻ. അവിടെ ആയിരങ്ങളോ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ഈ ഗബത മുതൽ ഗാഗുൽത്ത വരെയുള്ള വഴിയോരത്ത് നിപ്പില്ലേ? യേശുവിന് ആരെ വേണമെങ്കിലും ഒരാളെ ക്രൂശ് ചുമക്കാൻ വേണ്ടി സെലക്ട് ചെയ്യത്തില്ലേ? ഇല്ലേ? അവൻ മനസ്സിൽ വിചാരിക്കുന്നവനെ പട്ടാളക്കാരനെ കൊണ്ട് വിളിപ്പിക്കാൻ യേശുവിന് അറിയത്തില്ലേ? ഇന്നാരെന്റെ ക്രൂശെ പിടിക്കട്ടെന്ന് യേശു മനസ്സിൽ വിചാരിച്ചാൽ, യേശു മനസ്സിൽ വിചാരിക്കുന്നവനെ ശതാധിപനെ കൊണ്ട് വിളിപ്പിക്കാൻ യേശുവിന് അറിയത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. അതിന് അർഹതയുള്ളവരവിടെ നിപ്പില്ലേ? അതിന് യോഗ്യതയുള്ളവരവിടെ നിപ്പില്ലേ? പക്ഷെ നോക്കിക്കേ, പ്രതീക്ഷിച്ച ആരെയുമല്ല വിളിച്ച്. ഇവിടെ ഓർഡിനേഷൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു കുറേനക്കാരന്റെ തോളിൽ തികച്ചും അപ്രതീക്ഷിതമായൊരു മൂമെന്റിൽ വന്നു കയറുക. ചെന്ന് കയറുമല്ല, ക്രൂശ് വന്നു കയറുക.
ഗ്രാമത്തിൽ നിന്ന് വന്നവനെ നിർബന്ധിച്ചെന്ന്. ഇന്ന് പകലും ഗ്രാമത്തിൽ നിന്ന് വന്നവരിവിടെ ഉണ്ട്. നീ ഇന്ന് പകൽക്കാലം മറ്റൊന്നും ചുമന്നുകൊണ്ട് ഇവിടെ നിൽക്കണ്ട. നിന്റെ ഭാരമൊക്കെ മാറ്റിയിട്ട് നിർബന്ധത്താലാണെങ്കിലും ആ ക്രൂശിന്റെ അറ്റം ആ തോളിലേക്കൊന്ന് വരാൻ, ആ ക്രൂശിന്റെ ചുവടുമായി ഒന്ന് ബന്ധപ്പെടാൻ, ആ ഒഴുകി വരുന്ന ചുടുനിണ രക്തം, ആ രുതിരം, ആ തങ്കച്ചോരയുടെ ഒരംശം നിന്റെ മീനെ ഒന്ന് പതിയാൻ നീ ഇന്ന് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ജോലിയുടെയും വേലയുടെയും ശമ്പളത്തിന്റെയും ഇൻക്രിമെന്റിന്റെയും പ്രൊമോഷന്റെയും കൊച്ചിന്റെ പഠിത്തത്തിന്റെയും കല്യാണത്തിന്റെയും ഒക്കെ ഭൗതിക വിഷയങ്ങളൊന്ന് മാറ്റിവിട്ടിട്ട് ഇന്ന് പകൽ ആ ക്രൂശിനോടൊന്ന് ചേർന്ന് ആ ക്രൂശിൽ ഒഴുകുന്നത് നിന്റെ മേലൊന്ന് പതിക്കപ്പെടാൻ നീ ഏൽപ്പിക്കുമെങ്കിൽ നിന്നോടൊരു ദൗത്യം ദൈവത്തിന് ഏൽപ്പിക്കാനുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ക്രൂശുമായുള്ളൊരു ബന്ധം. ഈ മായച്ചന്തയുടെ മായാവലയത്തിൽ നീ വീഴാതിരിക്കണമെങ്കിൽ നിന്റെ ദർശനം ടോട്ടലി ക്രൂശുമായി ബന്ധപ്പെട്ടതാകണം. സഭയ്ക്ക് ഒരിക്കൽ ഉണ്ടായിരുന്ന ബന്ധം ക്രൂശുമായിട്ടായിരുന്നു. സഭയുടെ പ്രസംഗത്തിന്റെ കാതലായ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിരുന്നു. മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കാനാണ് പിതാക്കന്മാർ ആഗ്രഹിച്ചത്. ഇന്ന് പകൽക്കാലം ക്രൂശ് പോയി, ക്രൂശിന്റെ വചനം പോയി, ക്രൂശിന്റെ ചിന്തകൾ മാറി, ലോകത്തിന്റെ മായ ചന്തയിൽ ജനത്തെ കുടുക്കി വശീകരിച്ച് രോഗശാന്തി, ഭൂതശാന്തി, ഭൗതിക നന്മകളൊക്കെ പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന ദുഷ്ടപിശാചിന്റെ പിടിവിട്ടിട്ട് ഇന്ന് പകൽ നീ ക്രൂശുമായൊന്ന് ബന്ധപ്പെടാൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം. പ്രിയരെ, വീണ്ടെടുപ്പുകാരനെ കാണണോ? ക്രൂശിയെ നോക്കണം. പാപപരിഹാരകനെ കാണണോ? ക്രൂശിയെ നോക്കണം. രാജാവിനെ കാണണോ? ക്രൂശിയെ നോക്കണം. നമ്മൾ മറന്നത് വീണ്ടെടുപ്പുകാരനെയാ. ക്രൂശ് മറന്നാൽ നീ മറന്നത് വീണ്ടെടുപ്പുകാരനെയാണ്. ക്രൂശ് മറന്നാൽ നീ മറന്നത് രക്ഷയാണ്. ക്രൂശ് മറന്നാൽ നിന്നെ ഒരിക്കലായി കഴുകിയ രക്തത്തെ നീ മലിനമെണ്ണുകയാ. ക്രൂശ് മറന്നാൽ നിന്റെ ഇന്നലത്തെ പാപത്തിൽ നിന്ന് വിടുവിച്ച വീണ്ടെടുപ്പുകാരനെ മറക്കുകയാ. ഇന്ന് പകൽ മറ്റൊന്നും നീ ഓർത്തില്ലെങ്കിലും ഈ പകൽ നീ ഓർത്താരാധിക്കേണ്ടത് ഈ ക്രൂശിനെയാ. ക്രൂശിനെ ധ്യാനിച്ചൊന്ന് ആരാധിച്ച് ഇന്ന് രാവിലെ ആ ആരാധന സ്റ്റോപ്പ് ചെയ്യാൻ ആരും കഴിയത്തില്ല. ക്രൂശിനെ ആരാധിക്കുന്ന ആരാധന. Oh, hallelujah. Oh,
നമ്മൾ വലിയ സ്കോളേഴ്സ് ഒന്നും ആയില്ലെങ്കിലും മരിക്കാൻ സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോ ക്രൂശി കിടക്കുന്ന മനുഷ്യൻ ആദ്യം ദൈവഭയം ഉണ്ടായി. എന്തുകൊണ്ടായി? എല്ലാവരും പറഞ്ഞേ. നമ്മൾ ഈ 10ാമത്തെ ദിവസമായിട്ടും അനശേഷി എടുത്ത പോലെ ഇരിക്കുന്നതിന് കാര്യം, ചിലരൊക്കെ അനശേഷിയെ കൊടുത്ത പോലെ ഇരിക്കുക. വേദന അറിയുന്നില്ല, പരിസരവും അറിയുന്നില്ല, സ്പന്ദനവും അറിയുന്നില്ല, സത്ത് ഇരിക്കുകയാണ്. കുറച്ചു പേര് ആരാധിക്കുന്നുണ്ട്. സ്തോത്രം. ഈ അനശേഷ്യ കൊടുത്ത പോലെ ഇരിക്കാൻ കാരണം ദൈവഭയമില്ല. ആ മനുഷ്യൻ ആദ്യം ഉണ്ടായത് ദൈവഭയമാണ്. അവൻ അടുക്ക കിടക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, എടാ ജാകാൻ പോവല്ലേ, തീർന്നല്ലോ, 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂക്കി പഞ്ഞി വെക്കും, ഇപ്പോഴും നിനക്ക് ദൈവത്തെ ഭയമില്ലേടാ? എന്തോ ചോദ്യം. സുവിശേഷം പറയാമോ അവൻ അടുത്തവനോട്? എടാ ഇപ്പോഴും നിനക്ക് ദൈവത്തെ ഭയമില്ലേ? 2, അവന്റെ കുറ്റം അവന് ബോധ്യപ്പെട്ടു. നമുക്ക് 10 ദിവസം 20 പ്രവാചകന്മാർ വന്ന് 20 സെക്ഷനിൽ പ്രസംഗിച്ചാലും നമ്മുടെ കുറ്റം ബോധ്യപ്പെടത്തില്ല. അവന് കുറ്റം ബോധ്യപ്പെട്ടു. അവൻ പറഞ്ഞു, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. എന്തോ വെളിപ്പാടവന്റെ. എനിക്ക് ക്രൂശ് ന്യായമായ ശിക്ഷയാണ് അവന് ബോധ്യമായി. 2, അടുക്ക കിടക്കുന്നവന് കുറ്റമില്ലെന്ന് ബോധ്യപ്പെട്ടു. നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. ഹോ, പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് ആരെങ്കിലും പ്രസംഗിച്ചു കൊടുത്തോ? സ്തോത്രം. അവന് കൈ അരിക്കാമായിരുന്നെ കെട്ടിപ്പിടിച്ച് അവൻ കർത്താവിനെ ചുംബിച്ചേനെ. ആ ക്രൂശിന്റെ മാഹാത്മ്യം കണ്ടോ? 1, അവന് ദൈവഭയം ഉണ്ടായി. 2, അവന്റെ കുറവ് ബോധ്യപ്പെട്ടു. 3, അടുക്ക കിടക്കുന്നവൻ കുറ്റമില്ലാത്തവനാണെന്ന് മനസ്സിലായി. 4, ഒരു ഉയർപ്പുണ്ടെന്ന് മനസ്സിലായി. ഓ, ഇതെല്ലാം താൽക്കാലികമാണെന്നും ഒരു ഉയർപ്പുണ്ടെന്നും ഇന്ന് പകൽക്കാലം മറ്റൊന്നും നീ ഗ്രഹിച്ചില്ലെങ്കിലും ഒരു ഉയർപ്പുണ്ടെന്ന് ഗ്രഹിച്ചാൽ ഹല്ലേലൂയ. ഓ, ഒരു ഉയർപ്പുണ്ട്, ഒരു ഉയർപ്പുണ്ട്. ഈ ഉപവാസം ഒരു ഉയർപ്പിന് വേണ്ടിയുള്ള ഒരുക്കമാ. ഈ ഉപവാസം ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാ. ഈ ഉപവാസം കാഹളധ്വനി കേൾക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാ. ഞാൻ ഇവിടെ വന്നത് നിങ്ങള് അമേരിക്കയെ പോവെന്ന് പറയാനൊന്നുമല്ല, നിത്യതയെ പോവെന്ന് പറയാനാ. ഈ യോഗത്തിന്റെ ലക്ഷ്യം നിന്നെ മഞ്ഞ് പെയ്യുന്ന ദേശത്ത് വിടാനല്ല, നിന്നെ നിത്യതയ്ക്ക് വിടണമെന്ന് വിചാരിച്ച സന്തോഷമുള്ളവർ ഈ പകൽ ആരാധിക്കാതിരിക്കരുത്. ഈ 10ാമത്തെ പകൽ നീ മറ്റൊന്നും പ്രാപിച്ചില്ലെങ്കിലും നിത്യതയെ കുറിച്ചുള്ള ഒരു വെളിപ്പാട്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു സഭ കേട്ടോ. ആരാനൊക്കെ തുടങ്ങിയാണ്, എന്നു വരും, എപ്പോൾ വരും, പോയതുപോലെൻ മണവാളൻ. എന്തോ പാട്ടൊക്കെയായിരുന്നു. സ്തോത്രം, സ്തോത്രം. ഇന്നത്തെ പരിപാടിയൊന്നുമല്ല, അവരുടെ പ്രത്യാശ അങ്ങ് വർദ്ധിക്കുകയാണ്. ആരാണ്ട് മുറുകും പടത്തേന് കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. അന്ന് പ്രസംഗമല്ല വിഷയം, ആർത്തി വളരുക. ആർത്തിയിലുള്ള ആരാധനയാ. ആ ആർത്തി തിന്ന് ചീർക്കാനുള്ളതല്ല. ഇവിടെ എന്തേലും വാരി കൂട്ടാനല്ല, വെട്ടിപ്പിടിക്കാനല്ല, കാന്തനെ കാണുവാൻ
ഇന്ന് 10ാമത്തെ പകൽ നിന്റെ അകത്തെ മനുഷ്യൻ പിടഞ്ഞു വികസിക്കണം. കാന്തനെ കാണുവാൻ എന്റെ ആർത്തി വളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരി കാന്തനെ കാണുവാൻ ആർത്തി പാടി നിർത്തുമ്പോൾ അടുത്തോൻ കാകേളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻ. എന്റെ വീട്ടിൽ പട്ടിണിയില്ല, ഞാൻ കടക്കാരനാകത്തില്ല, വായ്പ വാങ്ങത്തില്ല, പാട്ടൊന്നുമല്ല. നീ വായ്പ വാങ്ങോ വാങ്ങാതിരിക്കുകയോ ചെയ്യും, നീ ലോൺ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യും. ഈ പണ്ടത്തെ പാട്ട് ലോൺ എടുക്കുന്ന കാര്യമാണ്. കാന്തനെ കാണാൻ കാഹളം തൊനിക്കാറായി. ഇന്ന് അതിന്റെ അകത്തെ മനുഷ്യൻ കൊതിക്കേണ്ടത് ഈ 10ാമത്തെ പകൽ നിന്റെ യേശു വരാറായി. ഹല്ലേലൂയ. പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിച്ചേ. നിന്റെ മനസ്സും മുഴുവൻ ഇന്ന് പകൽ പെടഞ്ഞ് വികസിക്കണം. ക്രൂശേ കിടക്കുന്ന പറഞ്ഞ ശാപവാക്ക് പറഞ്ഞെന്നല്ല, അവൻ പറയാണ് നീ രാജാവാകും. കിടപ്പ് കണ്ട അറിയത്തില്ലേ? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കിടപ്പ് കണ്ടാൽ അറിയത്തില്ലേ? അവർ നീ രാജാവാകും. വിശ്വസികൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇന്ന് പകൽ രാജാതി രാജാവായ കർത്താതി കർത്താവായ ഒരു ദൈവപുത്രൻ ഇവിടെയുണ്ട്. സ്തോത്രം. പിന്നെ അവൻ പറയാണ് എന്റെ ദേഹത്തെ മാത്രമേ റോമൻ ഗവൺമെന്റ് വിധിച്ചു കൊല്ലാനൊക്കത്തുള്ളൂ, എന്റെ ആത്മാവ് ചാകുന്നില്ല. എന്തോ വെളിപ്പാടാ, എനിക്കറിയത്തില്ല. ഇവൻ ഏത് തിയോളജി പഠിച്ചതാ? ചാകാൻ 5 സെക്കൻഡേ ഉള്ളൂ. അവൻ പറഞ്ഞു ഈ ദേഹമേ ഇവിടെ തീരുന്നുള്ളൂ, ആത്മാവ് തീരുന്നില്ല. നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്റെ ആത്മാവിനെ ഒന്ന് ഓർത്തോണം. ഈ പകൽ പ്രത്യാശയുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇവിടുത്തെ താൽക്കാലികമായ എന്തെങ്കിലും നേട്ടമല്ല, അതിനപ്പുറത്ത് രക്തത്താലേ ജയം. യേശുവിന്റെ ആത്മാവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാവിലെ വെളിപ്പാടുകളുടെ തലം മാറട്ടെ, വെളിപ്പാടുകളുടെ തലം മാറട്ടെ. സ്തോത്രം. നോക്കിയ ക്രൂശിന്റെ ചുവട്ടിലാണ് മറുപടി മുഴുവൻ. ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനോട് പറഞ്ഞു ഇത് നിന്റെ അമ്മയാണ്. സ്ത്രീ ഇത് നിന്റെ ക്രൂശെ കിടക്കുന്നോട് പറഞ്ഞു ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. നോക്കി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നരകം പറുദീസയായി. ഒരു ഞൊട്ട വിടുന്ന സമയം കൊണ്ട് നിത്യ നരകം പറുദീസയായി. ഇന്ന് പകൽ അവനിവിടെ ഉണ്ട്. ഒരൊറ്റ ഏറ്റുപറച്ചിലിൽ നിന്റെ മുഴുവൻ പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിവുള്ളവൻ. പോരാ, ഈ പകൽ നീ ദൈവത്തിന് വിടുതൽ പ്രാപിക്കണം. നിന്റെ ലക്ഷ്യവും നിന്റെ കാഴ്ചപ്പാടും നിന്റെ വെളിപ്പാടിന്റെ തലവും എല്ലാം ഇന്ന് പകൽ മാറണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ഞാൻ വന്നപ്പോഴേ ബഹുമാന്യ പാസ്റ്റർ ഇയ്യോബിനെ കുറിച്ച് പറയുമായിരുന്നല്ലോ. ഈ ഇയ്യോബിനെ പിശാചിന്റെ ഈ കൊടുക്കാൻ പോവാന്ന് എന്നെങ്കിലും ദൈവം ഇയ്യോബിനോട് പറഞ്ഞോ? ഇല്ല. ഇയ്യോബ് അറിയാതെ ദൈവം പിശാചുമായി വെറ്റി വെക്കുമല്ലേ. നീ വേരി പൊളിക്കടാ, നീ പിള്ളേരെല്ലാം കൊല്ലടാ, നീ സമ്പത്തെല്ലാം എടുത്തോടാ, നിന്റെ കൊതി തീർന്നില്ലേ, ദേഹം എടുത്തോ, പ്രാണനെ മാത്രം തൊടല്ല. ഇതെല്ലാം പറയുമ്പോൾ ഇയ്യോബേ മോനെ നീ വിഷമിക്കല്ല, ഞാനൊരു ഡിബേറ്റ് നടത്തിയേക്കാണ്, തൽക്കാലം നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവാ എന്ന് വല്ലതും പറഞ്ഞോ? സ്തോത്രം. എന്നാൽ ഇതേ പിശാച് പത്രോസിന്റെ കാര്യം ചോദിക്കാൻ വന്നവൻ പറഞ്ഞു സമ്മതിക്കത്തില്ല, കാരണം നമ്മുടെ സൈസ് അവനെന്നറിയാം. സ്തോത്രം പറയണം.
ഈ ഇയ്യോബിന്റെ അവിടെ വന്ന മറ്റേ പുള്ളി തന്നെയാ പത്രോസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേ. എനിക്ക് അവനെ ഗോതമ്പ് പോലെ എന്ത് ചെയ്യണം, പാറ്റണം. കർത്താവ് പറഞ്ഞു സമ്മതിക്കത്തില്ല. വേറെ എന്തോ വേണം ചോദിച്ചു. പക്ഷേ പത്രോസിനെ പാറ്റാൻ ഏൽപ്പിച്ചു കൊടുക്കാത്ത എന്നറിയാമോ? നീ ആരാന്ന് നിന്നെക്കാട്ടി കൂടുതൽ കർത്താവിന് അറിയാവുന്നതുകൊണ്ട്. നല്ല കൈയടിച്ചല്ലേ പറയണം, നമ്മൾ ആരാന്ന് കർത്താവിന് അറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മളെക്കാട്ടിലൊക്കെ ഇയ്യോബിനെ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. എടാ, നിന്റെ അടവ് 18 നോക്കിക്കൂ. പക്ഷെ എൻ്റെ ഭക്തന്റെ ഹൃദയം എനിക്കറിയാം. അവന്റെ വിശ്വാസം അചഞ്ചലമാണെന്ന് എനിക്കറിയാം. നീ അവന്റെ പിള്ളേരെ കൊല്ലുകയോ അവന്റെ ആടുമാടുകളെ തകർക്കുകയോ അവന്റെ വീട് കത്തിക്കുകയോ അവന്റെ നന്മയെല്ലാം പൊളിക്കുകയോ അവന്റെ ശരീരത്തെ മുഴുവൻ വ്രണമാക്കുകയോ ഒക്കെ ചെയ്തോ, പക്ഷെ അവന്റെ വിശ്വാസത്തോടാൻ നിനക്ക് ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അത് ആടും കോഴിയും പട്ടിയും കരുതയും കിട്ടിയപ്പോൾ ഉണ്ടായ വിശ്വാസം അല്ലെന്ന്. ഇവിടുത്തെ എന്തെങ്കിലും താൽക്കാലിക നന്മ കൊണ്ടുണ്ടായ വിശ്വാസമല്ല. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസിനെ മാറ്റുരയ്ക്കുമ്പോൾ ഓ ജീവാര മനഗ രഗദ റൗഷേ റിബലേ അർത്തുൽ കമനബരബ ശബ്ദനാദര ദൈവ മഹത്വം ഈ പകൽ ഇവിടെ ഇറങ്ങുകയാണ്. ചുടാ മനാദരാജന രഗൽ കമന വൈദാ ദിബാബ. നാല് ദിവസം വരാതിരുന്ന നമ്മളാരും പിന്നെ സഭയെ കാണത്തില്ല. ഇത്ര ദിവസം വെച്ചും വിളമ്പിയും കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഞങ്ങളുടെ പാപങ്ങളുടെ വീട്ടിലൊരു വിഷയം ഉണ്ടായപ്പോൾ തന്തയും തള്ളയില്ലാത്ത വീട്ടിൽ 3 കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നിടത്ത് ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ കൊച്ചൻ രോഗിയാണെന്ന് അറിയിക്കാഞ്ഞിട്ടൊന്നുമല്ല. വന്നില്ല, മരിച്ചിട്ട് വന്നില്ല, അടക്കത്തിന് വന്നില്ല, ഫ്യൂണലിന് വന്നില്ല. ഹലോ, പക്ഷെ മാർത്ത് പറയാണ്, നീ ആരാന്ന് എനിക്കറിയാം. നീ വരാൻ വൈകിയാലും നീ ആരാന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഇത്രയും സങ്കടമുള്ള സമയത്ത് ഇതുവെല്ലാം പറയാൻ പറ്റിയ സമയമാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഞാൻ അറിയുന്നൊക്കെ പറയാൻ പറ്റിയൊരു സമയമാണോ? പറഞ്ഞേ. ആങ്ങളെ ചത്ത അഴുകിയിരിക്കുക, കല്ലറയ്ക്കകത്ത് പുഴു പിടിച്ചു, നാറ്റം വെച്ചെന്ന് അവരാ പറഞ്ഞേ. നാറ്റം വെച്ചിരിക്കുമ്പോഴും യേശു പറയാണ്, നീ ആരാന്ന് എനിക്കറിയാം. ഇന്ന് നിനക്കറിയാമോ യേശു ആരാന്ന്? പണ്ട് ക്യാൻസർ മാറ്റിയ ഒരു യേശുവിനെ നിനക്കറിയാം, ട്യൂമർ മാറ്റിയ യേശുവിനെ നിനക്കറിയാം, ചൊറിയും പനിയും മാറ്റിയ യേശുവിനെ അറിയാം. അതിനപ്പുറത്ത് യേശുവിനെ അറിയാമോ? ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അടുത്തൊരു വെളിപ്പാട് പിടിച്ചോ, ഞാൻ പുനരുത്ഥാനവും ജീവനും കൂടാ. വെളിപ്പാടുള്ളവനാ വെളിപ്പാട് കൈമാറിയേ. ഇന്ന് പകൽക്കാലം നിനക്കൊരു വെളിപ്പാടുണ്ടെങ്കിൽ വെളിപ്പാടുള്ളവന് വെളിപ്പാടിന്റെ അടുത്ത തലം കൈമാറാൻ. ഓ ജീവാരാമന ശബ്ദാരാധാര വൈഡാരാമന റിഗൽ കനാദര. ഓ ഒന്നറിഞ്ഞ് യേശു ആരാണെന്ന് ഒന്നറിഞ്ഞ് ആരാധിക്കുക. ഹല്ലേലൂയ. കൃപ. നിങ്ങളൊന്ന് ഓർത്തേ, ഞാൻ ഇന്നിവിടുന്ന് ഈ വെളിയിൽ നിന്ന് ഒരു ഇച്ചിരി മണ്ണെടുത്ത് കുഴച്ച് ഇച്ചിരി വെള്ളമെല്ലാം കൊണ്ടെടുത്ത് കുഴച്ചാൽ നിറം മാറി വേറൊരു ഷേപ്പിലാകുമെന്നല്ലാതെ എന്തേലും വ്യത്യാസം വരുമോ? പക്ഷെ യേശു മണ്ണെടുത്ത് കുഴച്ചൊരു ഊതിക്കഴിഞ്ഞപ്പോൾ അസ്ഥി ഉണ്ടായി, അസ്ഥിക്കകത്ത് മഞ്ഞയുണ്ടായി. സ്തോത്രം. ഞരമ്പുണ്ടായി, ഞരമ്പിനകത്ത് രക്തമുണ്ടായി. സ്തോത്രം. ഹാർട്ടുണ്ടായി, ലിവർ ഉണ്ടായി, ലങ്സ് ഉണ്ടായി, പാങ്ക്രിയാസ് ഉണ്ടായി. ഇതൊന്നും അകത്തുണ്ടാക്കിയില്ല, മണ്ണ് കൊണ്ടൊരു രൂപം ഉണ്ടാക്കിയതേ ഉള്ളൂ. ഒറ്റ ഊത്തിനകത്ത് ജീവൻ വന്നെന്ന് പറഞ്ഞാൽ നീ ഇന്ന് പകൽ നിന്റെ കർത്താവ് ആരാന്നറിയണം.
അവന്റെ മൂക്കിൽ നിന്ന് ഒരു ചെറിയ ശ്വാസം പുറപ്പെട്ടാൽ ഇന്ന് പകൽക്കാലം വെറും മണ്ണിനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ അവൻ ആരാണെന്ന് നീ അറിഞ്ഞു വേണം. നീ ആരാന്ന് എനിക്കറിയാം. വിശ്വസിക്കുന്നവരും ദൈവത്തെ ആരാധിച്ച് അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ നിർജീവത്വങ്ങളെ, ഓ ഹല്ലേലൂയ, വെറും മണ്ണ് പോലെയുള്ള നിന്റെ നിർജീവ മണ്ഡലത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ചലനാത്മകമാക്കി മാറ്റാൻ ഓ ദൈവത്തിന്റെ കാറ്റടിച്ചോണ്ടിരിക്കുക. താഴ്വരയിലടിച്ച കാറ്റ്, അസ്ഥിയുടെ താഴ്വരയിലടിച്ച കാറ്റ് ഈ 10ാമത്തെ പകൽ ഈ ഹോൾ അടിക്കുകയാ. ചുടര മനക സൈന്യം എഴുന്നേൽക്കാൻ പോകുകയാ. സഭയ്ക്കകത്ത് സൈന്യം എഴുന്നേൽക്കാൻ പോകുകയാ. സഭയ്ക്കകത്ത് സൈന്യം എഴുന്നേൽക്കാൻ പോകുകയാ. ഒരു സൈന്യമായി, ഓ യുദ്ധത്തിന് തയ്യാറായ ഒരു സൈന്യത്തെ. Yes, 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 yes. Oh, Tiba, Raba, Raga, Dara, Raba, Rabas. Oh, Rektatala, Jayam, 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 Jayam. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. മണ്ണിനകത്തോട്ടൊരു ഊതിയപ്പെടുത്തേന്. എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്. ഹലോ, ആ ഒറ്റ ഊത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. യേശു ആരാന്ന് നിനക്കറിയാമോ? ഹല്ലേലൂയ. ചെറുക്കൻ ചത്ത് പെട്ടിക്കാതിരിക്കുക. ശീലയും പൊറിഞ്ഞ് റൂമാലും കെട്ടി ഒരു പരുവത്തിലാക്കി. സ്തോത്രം. എന്നേരും ആ പെങ്ങടെ വെളിപ്പാട്. അവൻ അവിടെ ഇരുന്നോട്ടെ, 4-5 ദിവസം വെപ്പിച്ചു. പക്ഷെ നീ ആരാന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും നീ ഒരു വാക്ക് പറഞ്ഞാൽ, എത്ര പേര് ഈ പകൽ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോഴും ഈ പകലും ഒരു വാക്ക് പറഞ്ഞാൽ, ഓ സഭയുടെ വിശ്വാസം, സഭയുടെ പ്രതീക്ഷ, സഭയുടെ പ്രത്യാശ ഇന്ന് പകലൊന്ന് വർദ്ധിക്കട്ടെ. ഇപ്പോഴും അവനൊരു വാക്ക് പറഞ്ഞാൽ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ അനേകരുടെ അകത്തെ നിർജീവത്വങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. നിന്നെ ബലഹീനമാക്കുന്ന, നിന്നെ ശോഷിപ്പിക്കുന്ന, നിന്റെ ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന, നിന്റെ ആരോഗ്യത്തോട് വെല്ലുവിളിക്കുന്ന, നിന്റെ ഭാവി നന്മകൾക്ക് വിരോധമായി നിൽക്കുന്ന പല നിർജീവ മണ്ഡലങ്ങളിൽ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് പകൽ ശക്തിയോടെ വ്യാപരിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവിന്റെ രക്തത്തിന്റെ ആ ശക്തി യഥാർത്ഥമായി പറഞ്ഞനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാവിലെ ഒരു പ്രാവശ്യമെങ്കിലും യേശുവിന്റെ രക്തം ജയമെന്ന് പറഞ്ഞവർ കൈയൊന്ന് ഉയർത്തി. നീ ഇവിടെ മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും പൈശാചിക പാളയം ഞെട്ടുന്ന, പൈശാചിക പാളയം വിറയ്ക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തത്തിന്റെ നാമമാണ്. നിന്റെ കൂടാരത്തിൽ അത് മുഴങ്ങണം, നിന്റെ പ്രാർത്ഥന അത് മുഴങ്ങണം, നിന്റെ ഭവനത്തിൽ അത് മുഴങ്ങണം. യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ കരമുൽ ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. നാട്ടുകാരും മുഴുവൻ എതിരായി, ഒരു മതം മൊത്തം എതിരായി. അവര് മുഴുവൻ ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ട്. നമ്മളൊക്കെ മരിച്ച
ബിവറിങ്ങിൻ്റെ അന്ന് വരെയോ ഫ്യൂണലിൻ്റെ അന്ന് വരെയോ ഒക്കെ ചിലപ്പോൾ വീട്ടിൽ കൊച്ചു യോഗങ്ങൾ വെക്കും. എല്ലാവർക്കും ആ ഏരിയയുടെ മീറ്റിംഗ് വെക്കും. സ്തോത്രം. ഇത് 4 ദിവസം കഴിഞ്ഞിട്ടും യഹൂദന്മാർ ആ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. സ്തോത്രം. മരിച്ചു കഴിഞ്ഞ് 4 ദിവസമായിട്ടും ആൾക്കാർ ആ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. അത്ര വലിയ വിഷയമാണ്. സ്തോത്രം. എന്നേരം ചെന്നിട്ട്, നീ എന്തൊരു പണിയാ കാണിച്ച്, ഞങ്ങൾ ഇനി നാണം കടന്നില്ല, വെച്ചും വിളമ്പി എല്ലാം തന്നിട്ടും ജസ്റ്റ് വന്ന് ലാസ്റ്റ് ഒരു അനുശോചനത്തിന് പറഞ്ഞിട്ട്. സ്തോത്രം. എന്ന് വല്ലോ ആന്നോ പറഞ്ഞേ? ഹോ, വരാഞ്ഞതിന് പരാതിയില്ല, ലേറ്റായതിന് പരാതിയില്ല. സ്തോത്രം. വീട്ടിൽ വന്നേക്കുന്ന യഹൂദന്മാരെ കുറിച്ച് പരാതിയില്ല. മാർത്ത പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് വൈകിയെന്ന് തോന്നിയാലും ഇപ്പോഴും നീ പ്രവൃത്തിയിൽ വലിയവനാണ്. ഇപ്പോഴും നീ പ്രവൃത്തിയിൽ വലിയവനാണ്. സമയം കഴിഞ്ഞിട്ടില്ല. നീ ഇപ്പോഴൊരു വാക്ക് പറഞ്ഞാൽ, ഈ 10ാമത്തെ പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വരുമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കിക്കേ, ഈ യെഹെസ്കേൽ എന്ന വലിയ പ്രവാചകനോട് ദൈവം ഓരോ സമയത്ത് ഓരോ നിലയിൽ ഇടപെട്ട് ഒരിക്കൽ പറഞ്ഞ്, കേബാർ നദിയുടെ തീരത്ത് നീ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. പ്രാർത്ഥനാ സ്ഥലമാണ്. പിന്നെ അവനെ മരുഭൂമിയിലേക്ക് ദൈവം കൊണ്ടുപോയി. സ്തോത്രം. പിന്നെ അവനെ അസ്ഥികൾ കിടക്കുന്ന താഴ്വരയിലേക്ക് ദൈവം കൊണ്ടുപോയി. പിന്നെ അവനെ നദിയുടെ തീരത്തേക്ക് ദൈവം കൊണ്ടുപോയി. ഓരോ ദിവസവും ശുശ്രൂഷ വ്യത്യസ്തമായ തലങ്ങളിലാണ്. എന്നിട്ട് ഇവനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, നീ മത്സരികളുടെ ഇടയിൽ പാർക്കാന്ന് എനിക്കറിയാം. എവിടാ? മത്സരികളുടെ ഇടയിൽ. ഇപ്പം നിന്നെ കൊണ്ടു നിർത്തിയേക്കുന്നത് ഏറ്റവും അധികം ഉണങ്ങിയ അസ്ഥിയുള്ള താഴ്വരയില. ഞാനൊരു ചെറിയ ചോദ്യം, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇവനോട് ഇതുവരെ ചോദിക്കേണ്ട കാര്യമുണ്ട്? ജീവിപ്പിക്കാൻ പോവല്ലേ? എങ്കിലും കർത്താവ് ഒരു ചെറിയ ടെസ്റ്റ് ഇടുകയാണ്. ശുശ്രൂഷ ചെയ്യിപ്പിക്കാൻ പോകുന്ന നിനക്ക് ഈ കാര്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, അവനൊരു പരമാർത്ഥ പറഞ്ഞു. ദൈവമേ, നിനക്കറിയാം, നിനക്ക് അറിയാം. ദൈവം പറഞ്ഞു, നീ അസ്ഥികളെ ചുറ്റാൻ പോകും. അസ്ഥികളെ ചുറ്റാൻ പോകും. സ്തോത്രം. ഈ ബാംഗ്ലൂരിൽ ഇത്രയും ജീവനുള്ളവരിയ്ക്കുമ്പോഴേ ബാക്കി ഭൂരിപക്ഷം ചത്ത് കിടക്കുക. ഒരു വീടെങ്കിലും ചുറ്റിയോ ആത്മാവിൽ? നീ കാറിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ചുമ്മാ കൈ ചൂണ്ടി, ഈ കടക്കാരനെയും ഈ കടയും ഞാൻ ആത്മാവിൽ യേശുവിൻ്റെ നാമത്തിൽ അവകാശം പറയുന്നു, ഈ വീട്ടുകാരനെ ഞാൻ അവകാശം പറയുന്നു, ഈ ഫ്ലാറ്റിലെ 17 നിലയ്ക്കകത്തുള്ള 150 വീട്ടുകാരെ ഞാൻ അവകാശം പറയുന്നു. നീ ചുറ്റിയോ? ഹലോ, പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നീ ഇതിനെ ചുറ്റാൻ പറഞ്ഞു. അവൻ ഓരോ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ ചുറ്റാൻ തുടങ്ങി. അവൻ ചുറ്റി 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 വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ചുമ്മാ ചുറ്റണ്ട, ഇതിനോട് വചനം പറയാൻ പറഞ്ഞു. അസ്ഥികളോട് വചനം പറയാൻ പറഞ്ഞു. വചനം ഷെയർ ചെയ്യുന്ന എത്ര പേര് ഈ സഭയ്ക്കകത്തുണ്ട്? നിങ്ങൾ ഓർഡിനേഷൻ മേടിക്കോ മേടിക്കാതിരിക്കോ നിങ്ങളുടെ കാര്യമാണ്. മേടിച്ചാലും ഇല്ലേലും വചനം ഷെയർ ചെയ്യുന്നവര്, ഒരൊറ്റ അസ്ഥിയോടെങ്കിലും വചനം ഷെയർ ചെയ്തവര്, ഈ 10 ദിവസത്തേക്കകത്ത് യോഗത്തിന് വരാൻ ഒരസ്ഥിയെങ്കിലും ക്ഷണിച്ചവര്, നമ്മൾ ക്ഷണിച്ചാൽ നമ്മുടെ വണ്ടിയിൽ അവരെ കൂടെ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ചില്ലിന് കൂളിംഗ് ഗ്ലാസ് വിട്ട് അകത്തൊരു നെറ്റും പിടിപ്പിച്ചു.
കമ്പനി ചെയ്ത് കൂടാതെ അകത്ത് നമ്മുടെ നെറ്റും പിടിപ്പിച്ചു, പുറത്ത് കൂളിംഗ് ഗ്ലാസും പിടിപ്പിച്ചു. അകത്ത് ആരാന്ന് ഒരു കാരണവശാലും അറിയരുത്. എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കയറി വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. സ്തോത്രം. ഞാനും ഒരല്ലേ പറഞ്ഞേ, നിന്റെ അടുത്തിരിക്കുന്ന കസേരയിൽ ഒരു പുതിയ വിശ്വാസിയെ നീ 10 ദിവസം സ്വപ്നം കണ്ടോ? നിന്റെ അടുത്തിരിക്കുന്ന കസാറെ വന്നിരുന്ന് ആരാധിക്കുന്ന ഒരു കൂട്ടുകാരനെ സ്വപ്നം കണ്ടോ? നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അവനെ കണ്ടോ? അവനടുത്ത 21-നകത്ത് എൻ്റെ കൂടെ വന്നിരുന്ന് മുഴങ്കാലം അടക്കി ആരാധിക്കുന്നത് ഞാൻ ആത്മാവി കണ്ടെന്ന്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇന്നർ സർക്കിളിനകത്തുള്ള കുറെ വിഷയമെല്ലാം അവിടെ കളഞ്ഞേ, അതെല്ലാം കർത്താവ് പരിഹരിക്കും ഈസി ആയിട്ട്. ഇന്ന് പകൽ അതിനെല്ലാം മറുപടി കിട്ടും. ഞാൻ പ്രവചിച്ചു പറയാം, ഇന്ന് പകൽ മറുപടി കിട്ടും. നീ ആ സില്ലി മാറ്ററൊക്കെ ഒന്ന് വിട്ടേ. ആ ജോലിയല്ല വലിയ വിഷയം, ആ കല്യാണമല്ല വലിയ വിഷയം, ആ കടഭാരമല്ല വിഷയം. ഭൂലോകത്തെക്കാട്ടി വിലയുള്ള നശിച്ചു പോകുന്ന ആത്മാവ വിഷയം. ഓ, ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽ ഭൂലോകത്തെക്കാൾ വിലയുള്ള ആത്മാക്കളെ കാണാൻ സ്തോത്രം. ഒരല്ലേലിയ പറഞ്ഞേ, നല്ലൊരു അല്ലേലിയ പറഞ്ഞേ. നിന്റെ വണ്ടിക്കകത്ത് 4 പേരെ കയറ്റിക്കൊണ്ട് പോണേ. സ്തോത്രം. നീ കാറുണ്ടായിട്ടും എടുക്കാതെ സ്കൂട്ടറെ വരുന്നത് ആരെങ്കിലും കയറ്റണമെന്ന് വിചാരിച്ച അതെങ്ങനെ പാസ് അറിഞ്ഞെന്ന്? എന്നും മരുഭൂമി കൊണ്ട് എഗസ്കേലിനെ നിർത്തിയില്ല. എന്നും കേബാർ നദിയുടെ തീരത്തിരുത്തിക്കൊണ്ട് ഇങ്ങനെ ശുക്രസ്വർണം പോലെ ശോഭിച്ചു വരുന്ന ദൈവത്തെ കാണിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നും കൊണ്ടുപോയി നരിയാണിയോളം മുട്ടോളം അരയോളം നീന്തിട കിടക്കാൻ വയ്യാത്ത നദി കാണിച്ചില്ല. ഒരു ദിവസം അവനെ അസ്ഥി നിറഞ്ഞ താഴ്വരെ കൊണ്ടുപോയി. കുഞ്ഞെ, നീ നല്ല ബലം പ്രാപിച്ചിരിക്കുകയാണല്ലോ, കൃപയെ തന്നെയല്ലേ? അതെ. നീ ഇത് കണ്ടോ? ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി കണ്ടോ? നിന്റെ അകത്ത് തന്ന കൃപ ഈ അസ്ഥികളെ ജീവിപ്പിക്കാനുള്ളതാ. ഹോളി വന്ന് പാട്ട് പാടുമ്പോ കൈയടിച്ചോണ്ടിരിക്കാനല്ല, ഈ ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കാനാ നിന്റെ അകത്ത് ഞാൻ കൃപ തന്നത്. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. നിന്നെ അഭിഷേകം ചെയ്തത്, നിന്നെ രക്ഷിച്ചെടുത്തത്, നിന്നെ കൃപയിൽ കൊണ്ടുവന്നത്, ഓ ഹല്ലേലൂയ, നിന്നെ അങ്ങ് പ്രവാസത്തിൽ കൊണ്ടുപോയി പ്രവാസികളുടെ ഇടയിൽ നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നിന്റെ അപ്പന്റെ പുരോഹിത ഉടുപ്പിട്ട് നിന്നെ പുരോഹിതനാക്കാൻ എനിക്കറിയായിരുന്നു. പക്ഷെ നിന്നെ പുരോഹിതനാക്കാതെ നിന്നെ പ്രവാസികളുടെ കൊണ്ടിട്ടൊരു കാര്യം ഞാൻ പഠിപ്പിച്ചത്, നിന്നെ എനിക്ക് ചില അസ്ഥികളുടെ താഴ്വരയിൽ ഉപയോഗിക്കാനുണ്ട്. ഹല്ലേലൂയ. ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഈ വലിയ പട്ടണത്തിനകത്ത് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ, സൂക്ഷിച്ചു കിടക്കുന്ന ഞരമ്പുകൾ വറ്റിക്കിടക്കുന്ന ചിലതിനെ ആത്മാവിൽ ഒന്ന് ചുറ്റി അതിനോട് വചനം പറയാൻ. ഓ, മാർത്തേ, 4 ദിവസമായിട്ടും നിന്റെ കർത്താവ് വന്നില്ലല്ലോ, നിനക്കതിൽ ഭാരമില്ലേ? അവൾ മറുപടി പറയും, അന്ന് വന്നിരുന്നെങ്കിൽ ഒറ്റ യഹൂദൻ രക്ഷിക്കപ്പെടത്തില്ല. 4 ദിവസം വൈകിയത് ആ വീട്ടിൽ വന്ന മുഴുവൻ യഹൂദന്മാരും അതു നിമിത്തം യേശുവിൽ വിശ്വസിച്ചു. ചിലത് വൈകുന്നത്, ചില മറുപടികൾ വൈകുന്നത്, ചില വിടുതലുകൾ വൈകുന്നത്, നിന്നെ ചുറ്റിപ്പറ്റിയുള്ള ചിലരൊക്കെ വിശ്വാസത്തിലേക്ക് വരാൻ ദൈവം ഒരുക്കുന്ന ഒരു പദ്ധതിയാണെന്ന് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാൻ കൃപയുള്ളവർക്കായി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആ പ്രശ്നത്തിന്റെ മറുപടി വൈകുന്നത്. ഓ ഹല്ലേലൂയ.
വീട്ടിയിരുന്ന യഹൂദന്മാരും മുഴുവൻ ഇതു നിമിത്തം യേശുവിൽ വിശ്വസിച്ചു. അല്ലേ പറഞ്ഞേ? അതല്ലേ യേശു ആദ്യം വന്നവനോട് പറഞ്ഞേ, നീ പൊക്കോ, ഞാൻ വേറൊരു മിനിസ്ട്രിക്കകത്തിരിക്കുക, ഭയങ്കര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. അന്നേരം പറഞ്ഞു, കർത്താവ് സീരിയസാ, ഈ ദീനം മരണത്തിനൊന്നുമല്ല, ദൈവപുത്രൻ നാം മഹത്വം പറഞ്ഞ പോ. എത്ര ഈസി ആയിട്ടാ കൈകാര്യം ചെയ്ത്. ഭയങ്കര സീരിയസ് ആയ ഒരു കാര്യമായിട്ട് വന്ന യേശു പറഞ്ഞു, ഇത് മരണത്തിനൊന്നുമല്ല, പിന്നെന്തിനാ? എന്റെ നാമം മഹത്വപ്പെടാനുണ്ട് എന്ന് പറഞ്ഞെല്ലാരും. ഈ പ്രശ്നം, ഈ പ്രതികൂലം, ഈ രോഗം, ഈ കടഭാരം, ഈ വെല്ലുവിളി, ഈ കേസ്, എന്റെ തകർച്ചയ്ക്കല്ല, എന്നിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ സഭയിൽ ദൈവത്തിന്റെ പുത്രന്റെ നാമം മഹത്വപ്പെടാൻ അവിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് പല കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇതിന്റെ പുറകിൽ ദൈവനാമം മഹത്വപ്പെടാനുണ്ട്. ഓ ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കിക്കേ, ഈ യോഹന്നാൻ ഈ മാർത്തയുടെ കാര്യമൊക്കെ എഴുതുമ്പോ മറ്റുള്ള 12 ശിഷ്യന്മാർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം, ഈ ക്രൂശിന്റെ ചുവട്ടി വെച്ചാണ് വാസ്തവത്തിൽ ഏറ്റവും വിരൂപനായ യേശുവിനെ ആര് കണ്ടത്? യോഹന്നാൻ കണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്ന വിരൂപത്തിൽ, മനുഷ്യരൂപമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആകർഷിക്കുന്ന സൗന്ദര്യമില്ല, ഇത്ര വിരൂപനായി യേശുവിനെ കണ്ട ഒരാള് യോഹന്നാന്. എന്തിനാണെന്നറിയാമോ? ഇന്നലെ ഞാൻ പകല് പറഞ്ഞല്ലോ, മഹത്വപൂർണ്ണനെ പത്മോസി കാണാനാ. ഒരു കമ്പാരിസൺ, യോഹന്നാൻ പത്മോസി കടന്നുകൊണ്ട് ചിന്തിക്കുക, ഞാൻ ആ ക്രൂശെ കണ്ട രൂപവും ഇന്നെനിക്ക് പത്മോസി വെളിപ്പെട്ട രൂപവും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ രൂപം വർണ്ണിക്കാൻ യോഹന്നാൻ നോക്കിയിട്ട് പറഞ്ഞു, 1000 നാവുകളാൽ അതു വർണ്ണിപ്പതിൻ എഴുതോ 1000 10,000 എല്ലോരം ഈ ഭൂമിയിൽ ആർക്കും ഒരു നാവ് കൊണ്ടോ 1000 നാവ് കൊണ്ടോ 10,000 നാവ് കൊണ്ടോ വർണ്ണിക്കാൻ കഴിയാത്ത അത്ര സൗന്ദര്യമുള്ളവനായ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിലെല്ലാം തുടർമാനമായി യേശു ഈ വയറ്റിൽ വന്നിട്ടും, ലാസർ മരിച്ചപ്പം വേണമെങ്കിൽ ഈ സുഗന്ധവർക്കം പൊട്ടിച്ച് ലാസറിന്റെ ബോഡിയിൽ ഒഴിച്ചകത്ത് വെക്കാം, ഏതായാലും ചത്തു പോവാം, എന്നാ പിന്നെ ഈ സുഗന്ധമെല്ലാം കൂടെ പുള്ളിയുടെ ദേഹത്തിട്ട് അങ്ങ് അടക്കിയേക്കാമെന്ന് വിചാരിച്ച് ആ പെട്ടി പൊട്ടിച്ചിട്ടില്ല. ആ ഭരണി അവിടെ അങ്ങനെ ഇരിക്കുക. അവക്കറിയാം, 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം കഴിഞ്ഞു, 4-ാം ദിവസം കഴിഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു പന്തി ഭോജനം വരുന്നുണ്ട്. ഞങ്ങളുടെ പന്തി 2 ചീഫ് ഗസ്റ്റുകൾ കാണും. 1 ഞങ്ങളുടെ കർത്താവ്, 2 ഞങ്ങളുടെ ഇപ്പൊ കുഴിയിലിരിക്കുന്ന ആങ്ങള. നീ വിശ്വസിക്കണം, ഇന്ന് പകൽ ഇപ്പോഴടച്ചു മാറ്റി വെച്ചേക്കുന്ന ആങ്ങള. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ ആ വിഷയം, ഹല്ലേലൂയ, അന്ന് എന്റെ വീടിനൊരു സൗരഭ്യം ഉണ്ടാകുവാൻ ഇന്ന് പകൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നു.
മാറ്റം വരുത്തുമെന്ന് ശത്രു വാദിച്ചു നിൽക്കുന്ന വിഷയത്തിന്മേൽ നാലാള് കാണുക സൗരഭ്യം വരത്തക്ക നിലകളിൽ ഒരു മറുപടി നിന്റെ കൂടാരത്തിൽ ഒരുക്കി ദൈവം നിന്റെ മുഖത്തെ ആദരിക്കാൻ പോകുക. ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ചില അപമാന വിഷയങ്ങളെ, ചില നാറ്റ വിഷയങ്ങളെ ദൈവം നിന്റെ കൂടാരത്തിൽ ഒരു സൗരഭ്യമാക്കി മാറ്റാൻ പോകുകയോ. ഓ ദിവരബല മനധര രാജകരകധര വൈനക റിബലവര ഉഷപ്രമന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാവിലെ എത്ര പേര് ഒന്ന് ആത്മാർത്ഥമായി ഉള്ളം തുറന്ന് പറയും, കർത്താവേ എന്നെ ആ ക്രൂശോടൊന്ന് അടുപ്പിക്കണം. പ്രൈസലോ ഒന്ന് പറഞ്ഞ്, നിന്റെ അതിരം കൊണ്ടൊന്ന് പറഞ്ഞ്. ആ വിമോചനം നടക്കുന്ന, ആ വീണ്ടെടുപ്പ് നടന്ന, ആ രക്ഷ ഉറപ്പാക്കിയ, ആ നിത്യതയുടെ കവാടം തുറന്ന, ആ പർദീസ ഓപ്പൺ ചെയ്ത ആ ക്രൂശോട് ഇന്ന് രാവിലെ എന്നെ ഒന്നുകൂടെ നടിപ്പിച്ച്, ഹല്ലേലൂയ, ഞാൻ ആ ക്രൂശിതന്റെ യഥാർത്ഥമായ രൂപം എന്റെ ഉള്ളിൽ നിറഞ്ഞിട്ട്, ഹല്ലേലൂയ, ഇന്ന് പകൽ എന്റെ ഉള്ളു തുറന്ന് അവനെ ഒന്ന് ആരാധിക്കാൻ. ഓ, ഈ രാവിലെ ആരാധനയ്ക്കകത്ത് ഉയരേണ്ടത് ഈ ക്രൂശിലെ മഹത്വമാണ്. എത്ര പേര് സമർപ്പിക്കാൻ തയ്യാറുണ്ട്? ഇവിടുത്തെ താൽക്കാലികമായ ഏതെങ്കിലും ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നീ ഇന്ന് പകൽക്കാലം സമയം ചെലവഴിക്കാതെ നീ ദൈവത്തോട് പറഞ്ഞ്, എന്നെ ഒന്ന് അടുപ്പിക്കണേ. ഹല്ലേലൂയ. പ്രിയരെ, ഞാനൊക്കെ എൻ്റെ സാക്ഷി നിങ്ങൾ ഇവിടെ വെച്ച് എന്നെ കേട്ടിട്ടുണ്ടല്ലോ. ഒരു കുറച്ച് ഭാഗം അത് നിങ്ങളിവിടെ ലൈവ് ചെയ്തത് മുസ്ലിം സഹോദരങ്ങൾ ലൈക്ക് ചെയ്തു. സാധാരണക്കാരല്ല, അറിയപ്പെടുന്ന PDPയുടെ നേതാവ് അബ്ദുൽ നാസർ മദനി അത് ലൈക്ക് ചെയ്തു. അയാളുടെ ഗ്രൂപ്പിൽ എത്രയോ 1000 ആളുകളാ. അവരെല്ലാം കൂടെ അത് കണ്ടു. അച്ഛൻ്റെ സാക്ഷി. ഞാൻ ഈ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് അവർ അച്ഛനാന്നാ വിചാരിച്ച്. ഒരല്ലേ പറഞ്ഞ്, നമ്മൾ അറിയാതെ അനേകർ യേശുവിനെ അറിയുന്നുണ്ട്. സ്തോത്രം. അതിന് ദൈവം നമ്മളെ ഉപയോഗിക്കുക. ഈ കേരളം വിട്ട് എങ്ങും പോകാൻ അനുവദിക്കപ്പെടാത്ത നിലകളിൽ എൻ്റെ എല്ലാ ഭാവി അടഞ്ഞതാണ്. എന്നെ 4 കുപ്പി മാരക വിഷം കുടിച്ച് രക്തം ഒമിറ്റ് ചെയ്ത് വഴി കിടക്കുമ്പോൾ എടുത്തുകൊണ്ട് പോയൊരു സാധു മനുഷ്യനുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2 മാസം മുമ്പേ മരിച്ചു. മരിക്കുമ്പോൾ ഞാൻ UK ഒരു 9 ദിവസത്തെ പ്രോഗ്രാമിന് പോയേക്കുവാ. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ജോണിച്ചായൻ മരിച്ചു. ഞാൻ അന്നേരം പ്രോഗ്രാം കട്ട് ചെയ്തിട്ട് ഞാൻ കിട്ടിയ ടിക്കറ്റിൽ കയറി നാട്ടിൽ വന്ന് ഞാനാണ് ആ ബോഡി സംസ്കരിച്ചത്. എൻ്റെ ഒരു ഗോഡ് ഫാദറാണ് മരിച്ചത്. ആ മനുഷ്യൻ രാത്രിയിൽ 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ചെന്ന് ആ മനുഷ്യനെ വിളിച്ചുണർത്തി. അർദ്ധരാത്രി സമയമാണ്. അയാൾ ചോദിച്ചാരാ? അത് ഞാൻ കൂരല്ലൂരെ ജോണിയാ. എന്നെ രാത്രി വന്നേ. അത് നമ്മുടെ ആ തെള്ളിലെ രാജു വഴി കിടക്കുന്നു, രക്തം ഒമിറ്റ് ചെയ്ത് കിടക്കുന്നു, അടിയന്തരമായിട്ട് ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ആകെ ജീപ്പുള്ളൊരു മനുഷ്യനാണ് മുണ്ടക്കയം അപ്പച്ചൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം അകത്തുനിന്ന് പറഞ്ഞു, അവിടെ കാണാൻ കിടന്ന് തോലയിട്ട് ഉതാമ്പാൻ പറഞ്ഞു.
അവിടെ കാണാൻ കിടന്ന് തോലയേറ്റടോ താമ്പാൻ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ പറയല്ല, എത്ര രൂപ ചെലവായാലും ഞാൻ തന്നോളാം. പറയുന്നയാള് ഒരു ലോറിയിലെ ക്ലീനറായിരുന്നു. എത്ര രൂപ കൊടുക്കാനാ? ഡ്രൈവറല്ല. അയാളെ പറഞ്ഞ് എത്ര രൂപ ചെലവായാലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ മനുഷ്യൻ. അന്ന് അയാൾ വിചാരിച്ചില്ല ഞാൻ ബദേലി പ്രസംഗിക്കുന്ന പാർഷാകുമെന്ന്. ഹലോ, ഏറ്റവും ഉണങ്ങിക്കിടന്ന ആ അസ്ഥിയെ ആ മനുഷ്യനൊന്ന് ചുറ്റി ഒന്ന് പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ മരിച്ചുപോയി. അയാള് ഒരിടത്തും പോയി സുവിശേഷ യോഗം നടത്തിയില്ല, കൺവെൻഷനിൽ പ്രസംഗിച്ചില്ല. ഹലോ, പക്ഷെ അദ്ദേഹത്തിലൂടെ വിടുതൽ പ്രാപിച്ച ഞാൻ, നീ കാണാത്ത ചരി പട്ടണത്തിരിപ്പുണ്ട്. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന ചിലര് ഈ പട്ടണത്തിരിപ്പുണ്ട്. എത്ര പേരിന്ന് പകൽക്കാലം എത്ര ചെലവിടണമെങ്കിൽ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് അവന് വേണ്ടി ഒന്ന് സഹായിക്കാൻ. ഹല്ലേലൂയ. 16.5 കോടി രൂപയുടെ രാസലഹരി കൊച്ചിയിൽ വന്നിറങ്ങി. അതിന് 6 മാസം മുമ്പ് 22 കോടിയുടെ രാസലഹരി വന്നു. അത് കഴിക്കുന്നത് നമ്മുടെ പിള്ളേരൊക്കെയാ. പണ്ടൊക്കെ കള്ളടിച്ചാൽ ഇവൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ മണം വരുമായിരുന്നു, പുക വലിച്ചാലും അടുക്ക് ചെല്ലുമ്പം മണം വരുമായിരുന്നു. അപ്പം ഇവൻ പുകയാണോ വലിച്ച കള്ളാന്നോ അടിച്ചത് നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ ഒരു മണവും ഇല്ല, ഒരു ഗുണവും ഇല്ല. ഇവൻ മയം കിടക്കുന്നത് കാണാൻ എന്തുവാന്നൊരു പിടിയില്ല. അവനും അവളും മയം കിടക്കുക, മിണ്ടുന്നില്ല. ഒരപ്പൻ ലീവിന് വരാൻ എയർപോർട്ടിൽ ദുബൈയിൽ നിൽക്കുമ്പോൾ ലോഞ്ചിനകത്ത് എല്ലാവരും ഇരുന്ന് തൻ്റെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന BS സിനീഷ് പറഞ്ഞ കൊച്ചു ഇരിക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് ചോദിച്ചു, മോളെ നീ എപ്പോഴാടി വന്നേ? അവള് മറുപടി പറയാൻ വയ്യാതായി. പെട്ടെന്ന് പാസ്പോർട്ട് മേടിച്ച് നോക്കുമ്പോൾ അവള് ദുബൈ വന്നു പോകുന്ന സ്ഥിരം പതിവാണ്. 10-40 പ്രാവശ്യം വന്നു പോയി. അയാളാകെ ആണ്ടിലൊരിക്കൽ അവധി കിട്ടുമ്പോഴേ വരാറുള്ളൂ. കൊച്ചെല്ലാ ആഴ്ചയിലും പോയി വരുക. ഹലോ, ഉണങ്ങിയ അസ്ഥികൾ. പ്രൈസ് ദി ലോർഡ്. നീ കേബാർ നദിയുടെ തീരത്തിരുന്നുള്ള പ്രാർത്ഥനയും പരിപാടിയും ഒന്ന് മാറ്റി. നീ മുട്ടോളവും അരയോളവും നീന്തിട്ടല്ലാതെ കടക്കാൻ വയ്യാതെ നദീതീരത്തുള്ള പ്രോഗ്രാം മാറ്റി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ താഴ്വരയിലൊന്നിറങ്ങി നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ ദൈവത്തിനുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ ഈ അസ്ഥി ജീവിക്കുമോ? നീ ഉപവസിച്ചാൽ ഈ അസ്ഥി ജീവിക്കുമോ? നീ കരഞ്ഞാൽ ഈ കുടുംബത്തിന് വിടുതലുണ്ടാകുമോ? നിന്നോട് ദൈവം ചോദിക്കുന്ന പകൽക്കാലം, നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ വിശ്വാസത്താൽ ഈ പകൽ ഈ താഴ്വരയിൽ കിടക്കുന്ന വിശ്വസിക്കുന്നവരെ ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ച്, നിന്നെ വിളിച്ച് വേർതിരിച്ചതിന്റെ പുറകിൽ, നിനക്ക് വേണ്ടി വെളിപ്പെട്ടിറങ്ങി വന്നതിന്റെ പുറകിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നിന്നിൽ കൂടെ ഒരു PC ചെറിയാൻ പുറത്തു വരട്ടെ. ഇന്നവൻ 56 കേസിൽ പ്രതിയായിരിക്കും. ഇന്നവന്റെ പാസ്പോർട്ട് ഗവൺമെന്റ് കണ്ടുകെട്ടിയേക്കുമായിരിക്കും. ഇന്നവന്റെ തല പോയാൽ മതി എന്ന് നാട്ടുകാരും വീട്ടുകാരും പറയുമായിരിക്കും. പക്ഷെ ദൈവത്തിന് അവനെ വേണം. നിന്റെ ആ തലമുറയെ ദൈവത്തിന് വേണം. നിന്റെ ആ കുഞ്ഞിനെ ദൈവത്തിന് വേണം. നിന്റെ അയൽവാസിയെ ദൈവത്തിന് വേണം. ഈ 10ാമത്തെ പകൽ ഈ സഭ സുവിശേഷത്തിന്റെ ഒരു കൊടി ഉയർത്തുവാൻ, ഹല്ലേലൂയ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ആ ക്രൂശിനെ ഒന്ന് അനുഗമിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗം മടങ്ങി വരട്ടെ. ഒന്ന് ശ്രദ്ധിച്ചേ. ക്രൂശെ കിടന്നവൻ എന്തോ ഉണ്ടായെന്നാ ഞാൻ പറഞ്ഞേ. ഒന്നാമത് ഭയം ഉണ്ടാകുന്നതിന് ചലിച്ചാലും മതിയല്ലോ.
അതാ പറയണ്ടേ. അവന് ദൈവഭയം ഉണ്ടായി. ഭയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഭയമല്ല ഉണ്ടായത്, ദൈവഭയം ഉണ്ടായി. നമ്മൾ ഈ ഹോളിൽ വന്നിട്ടും ശ്രദ്ധിക്കാതെ മൊബൈൽ മാന്തുകയും മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയും പിന്നെ ഇടയ്ക്ക് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞേ, എന്താന്ന് പറഞ്ഞേ. ഇത്രേ ഉള്ളൂ. അകത്താണെങ്കിലും പലർക്കും എന്തില്ല? ദൈവഭയമില്ല. ക്രൂശയിലാണെങ്കിലും അവൻ എന്തോ ഉണ്ടായി, പറയെല്ലാരും കൂടെ, ദൈവഭയമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആദ്യ പർദീസേ പോകുന്ന കാര്യമല്ല ആലോചിക്കേണ്ടത്. നീ അങ്ങ് പർദീസേ പോകുന്നതിന്റെ പാസ്പോർട്ട് കിട്ടുന്നതിന് മുമ്പേ നിനക്ക് അകത്ത് ദൈവഭയം ഉണ്ടാകണം. ദൈവഭയം ഉണ്ടാകുന്നതാണ് ഒന്നാമത്തെ വിടുതൽ. ഒരല്ലിയ പറഞ്ഞേ, പണ്ട് നമുക്കുണ്ടായിരുന്നത് ദൈവഭയമായിരുന്നു കേട്ടോ. ഭക്തന്മാര് മുഴങ്കാലും അടക്കുമ്പോൾ അവരുടെ ഉള്ളത്തിൽ ഭയങ്കര ദൈവഭയമായിരുന്നു. കാരണം പ്രാർത്ഥനാ മുറിക്കകത്ത സാന്നിധ്യം ഇറങ്ങുകയല്ലേ. അയ്യോ, പുസ്തകം അങ്ങോട്ട് തുറന്ന് ഒരു കീറിയ പായലോ ഒരു ടർക്കിയോ ഒരു തോർത്തോ വിരിച്ച് മുഴങ്കാലം അങ്ങോട്ട് മടക്കി കഴിഞ്ഞ് ഒരു 2 തുള്ളി കണ്ണുനീര് ആ പുസ്തകത്തിലോട്ട് വീഴുമ്പോഴത്തേക്ക് സാന്നിധ്യം ഇറങ്ങുകയല്ലയോ. പിന്നെ ആ സാന്നിധ്യത്തിനകത്തിരുന്നോണ്ടുള്ള ഒരാരാധനയല്ലേ ഈ 10ാമത്തെ പകൽ. മറ്റൊന്നും നടന്നില്ലേലും നിനക്ക് ദൈവഭയം ഉണ്ടാകുന്ന ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവഭയം, ദൈവഭയം ഇന്ന് രാവിലെ നമ്മുടെ ആലയത്തിൽ വെളിപ്പെട്ടാൽ ഈ ബോംബെയിലെ ഈ ചേരി പ്രദേശത്ത് കിടക്കുന്നവരെ എടുത്ത് സംരക്ഷിക്കുന്ന ഒരു ഫിലിപ്പെന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. അച്ഛൻ പോയോ അവിടെ? വലിയ പ്രസ്ഥാനം. അത് അച്ഛൻ അറിയാവുന്ന ആളാണ്. നമ്മുടെ പൂച്ചടി മാമച്ചായൻ്റെ മോനാണ് ഫിലിപ്പ്. അപ്പം ഈ പൂച്ചടി മാമച്ചായൻ റാന്നി വെല്ലികാവുകാരനാണ്. ഇപ്പം ഞങ്ങളുടെ ബെച്ചുച്ചറയ്ക്ക് അടുത്ത് വെങ്കുറിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു കൊച്ചിന് ഭൂതോപദ്രവമുണ്ടായി. പല ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചാലും ഭൂതം പോയില്ല. അപ്പോൾ ആരോ പറഞ്ഞു പൂച്ചടി മാമച്ചാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ഭൂതം വിട്ടുപോകുന്നത്. അങ്ങനെ ഒരു പൂച്ചടി മാമച്ചാനെ വിളിച്ചു. മാമച്ചാൻ വെല്ലികാവിലെ കടപുഴയ്ക്കൽ എന്ന് പറഞ്ഞ കടവിൽ കുളിക്കാനായിട്ട് രാവിലെ നിൽക്കുമ്പോൾ അവിടുന്ന് 10-20 കിലോമീറ്റർ അകലെയായി വെങ്കുറിഞ്ഞി. ബെച്ചുച്ചിറ കഴിഞ്ഞ് പോകണം, ഒരു 5-6 കിലോമീറ്റർ പിന്നെയും പോകണം. അവിടെ ഇരിക്കുന്ന കൊച്ചു പറയാണ്, വെല്ലികാവിലൊരുത്തം കുളിക്കുന്നുണ്ട്, എന്നെ ഇറക്കാനായിട്ട് വരാൻ വേണ്ടിയിട്ടെന്ന്. കൃപയുള്ള വെല്ലികാവിലിരിക്കുന്നേ ഉള്ളൂ. കടപുഴയ്ക്കൽ കടവിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ. കുളിക്കാൻ ഇറങ്ങിയപ്പോൾ വെങ്കുറിഞ്ഞിലിരിക്കുന്ന ഭൂതം ബാധിച്ച കൊച്ചു പറയാണ്, ഒരുത്തൻ വെല്ലികാവിൽ കുളിക്കുന്നുണ്ട്, എന്നെ ഇറക്കാനെന്ന്. മനസ്സിലാകുന്നുണ്ടോ? നീ ഇവിടെ എഴുന്നേറ്റാൽ പിശാചിന് അവിടെ അറിയാം. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ളവൻ ഇവിടെ എഴുന്നേറ്റാൽ അവിടെ അറിയാം. നമ്മൾ അവിടെ ചെന്നാൽ പോലും അവൻ അറിയത്തില്ല. കാരണം എൻ്റെ കൂടെ ഒന്ന് വരണേ. നമുക്കൊന്ന് മടങ്ങി വരണ്ടേ? നമുക്ക് ആ പണ്ടത്തെ ദൈവകൃപയിലൊന്ന് വരാൻ. സഭയൊന്നും തീർന്നു പോയിട്ടില്ല, ശുശ്രൂഷ തീർന്നിട്ടില്ല, അഭിഷേകം തീർന്നിട്ടില്ല, കർത്താവിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല, ആ തേജസ് കുറഞ്ഞിട്ടില്ല, ആ അധികാരം കുറഞ്ഞിട്ടില്ല. അത് സഭയ്ക്ക് തന്നിരിക്കുക. ഈ ദിവസങ്ങളിൽ നീ ആത്മാവിൽ ചില മണ്ഡലങ്ങളെ ചുറ്റണം. നിന്റെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽക്കാലം ചില വെളിപ്പാടുകളുടെ തലങ്ങളിലേക്ക് ഉയരണം. ഹല്ലേലൂയ. എൻ്റെ ആങ്ങളെ ചത്തുപോയെന്ന് പറഞ്ഞ് തന്നെത്താൻ വിളിച്ച് മൂക്കളെ ഒലിപ്പിച്ച് കണ്ണീര് ഒഴുക്കി ഉള്ള ടിഷ്യൂ പേപ്പറെല്ലാം കൂടെ ബാഗിനകത്തുനിന്ന് വാരി തേച്ച് അവിടെ എല്ലാം കൂടെ പരിസരം വൃത്തികേടാക്കുന്ന മാർസയല്ലിത്. ആങ്ങളെ ചത്ത് പെട്ടിയിൽ ചുരുട്ടിക്കൂട്ടി റൂമാല് കൊണ്ട് കെട്ടി ശീല പൊളിഞ്ഞകത്ത് വെച്ചേക്കുക, വലിയ കല്ല് ഉരുട്ടി വെച്ചേക്കുക. പക്ഷെ മാർത്ത പറഞ്ഞു, ഇപ്പോഴും അഴുകി തുടങ്ങി എങ്കിലും ഇപ്പോഴും നാറ്റം വെച്ചു എങ്കിലും ഇപ്പോഴും എന്റെ പ്രതീക്ഷ മങ്ങിയിട്ടൊന്നുമില്ല, എന്റെ വിശ്വാസം കുറഞ്ഞിട്ടില്ല.
ഈ പകൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇപ്പോഴും എന്റെ കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ, ഇന്ന് പകൽ ചില കൂടാരങ്ങൾക്കകത്ത് മാറ്റിവെച്ച ചില വിഷയങ്ങൾ, നിന്റെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ മാറ്റിവെച്ച ചില വിഷയങ്ങൾ, ഇനി ഒരിക്കലും നടക്കത്തത് പിശാച് പറഞ്ഞ വിഷയങ്ങൾ, ഈ 10ാമത്തെ പകൽ ദൈവം വിടുതലായി വെളിപ്പെടുത്തുകയോ. വിശ്വസിക്കുന്നവന് മാത്രമേ ആരാധിക്കാവൂ. ഹല്ലേലൂയ. ഒരാഘോഷമായി മാറാൻ പോകുകയാ, ഒരു ഉത്സവമായി മാറാൻ പോകുകയാ, ഉപവാസത്തിന്റെ തലം മാറാൻ പോകുകയാ, ഒരു ഉത്സവത്തിന്റെ പ്രതീതി. ഒരു ഉത്സവത്തിന്റെ പ്രതീതി, ഒരാഘോഷത്തിന്റെ പ്രതീതി. വിടുതലുകൾ എണ്ണി പറയുന്ന വിടുതലുകൾ, ചുരുട്ടിക്കൂട്ടി മാറ്റിവെച്ച വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ ഇന്ന് മേൽ സഭയ്ക്കകത്ത് വെളിപ്പെടുകയോ. ജയം 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 ജയം. ഹല്ലേലൂയ. ഈ പ്രാഗൽഭ്യമുള്ളവൻ വിഷയത്തെ ഭയപ്പെടുത്തില്ല. സ്തോത്രം. വെളിപ്പാടില്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകത്തുമില്ല. കൊച്ചനെ അപ്പൻ്റെ മടി കളിച്ചോണ്ടിരിക്കുക. അപ്പൊ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരുന്ന് ജോലിക്കാരോട് അവിടെ കൊയ്തെടുക്കുക, ഇവിടെ വൃത്തിക്ക് കൊയ്യ്, കറ്റകെട്ട്, അതുകൊണ്ട് കളത്തിൽ വെക്ക് എന്നൊക്കെ പറഞ്ഞ് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൻ ഓർഡർ കൊടുക്കുന്നു, കൊച്ചൻ മടി കളിക്കുന്നു. അപ്പൊ കൊച്ചൻ പറഞ്ഞു, ഡാഡി തലയ്ക്കകത്ത് വേദന എടുക്കുന്നു. അങ്ങനെ പറഞ്ഞ് രാവിലത്തെ ഇളം വെയിൽ കൊണ്ടിട്ട് സാരമില്ലെന്ന് പറഞ്ഞു. ഹലോ, കൊച്ചിന് ട്യൂമറോ ഏതാണ്ടാ, ബ്രെയിൻ ട്യൂമർ ഏതാണ്ടാ. പക്ഷെ വെളിപ്പാടില്ലാത്ത അപ്പന് തോന്നും, അപ്പന് കണ്ടവും കരയും കൊയ്ത്തും മെതിയുമായിട്ട് ഇങ്ങനെ പോവാ. സ്തോത്രം. പുള്ളി പ്രാർത്ഥിച്ച് മേടിച്ചതും അല്ലല്ലോ. പ്രൈസലോ. 2 പ്രാവശ്യം തലാതലെന്ന് പറഞ്ഞപ്പം വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, കൊച്ചിനെ കൊണ്ട് തള്ളടയിൽ കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ ഭാഷയെ പറഞ്ഞാണേ, നീ ഞാൻ തള്ളേന്ന് വിളിച്ചാൽ പറഞ്ഞ് വിഷയം ഉണ്ടാക്കല്ലേ. സ്തോത്രം. പ്രൈസലോ. ഈ ഉത്തരവാദിത്വം ഒന്ന് ഏറ്റെടുക്കാൻ പുള്ളി പറഞ്ഞു കൊച്ചിനെ കൊണ്ട് അവിടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു വേലക്കാരനെടുത്തുകൊണ്ട് വീട്ടിൽ കൊടുത്തു. വീട്ടിൽ ചെന്ന് 10 മിനിറ്റ് കൊണ്ട് അമ്മയുടെ മടിയിരുന്ന് കൊച്ചെന്ത് ചെയ്തു. അപ്പോൾ എനിക്കൊന്ന് 4th സ്റ്റേജിലായിരിക്കും കൊച്ചു നിലവിളിച്ച്. നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഇപ്പോൾ അറിയാമല്ലോ. ഇംഗ്ലീഷൊന്നും വലിയായിട്ട് അറിയത്തില്ലെങ്കിലും ദൈവമക്കളെ പ്രാർത്ഥിക്കണം. 4th സ്റ്റേജിലാന്നൊക്കെ പറയത്തില്ലേ. പ്രൈസലോ. എന്തുവായാലും കൊച്ച് അമ്മയുടെ മടിയിൽ നിന്ന് എന്ത് ചെയ്തു, അപ്പൻ്റെ മടിയിൽ കരഞ്ഞു, അമ്മയുടെ മടിയിൽ ചത്തു. എൻ്റെ കൂടെ വരണേ. നമ്മളറിഞ്ഞ് നാടിളക്കത്തില്ലേ. നമ്മുടെ 10ാമത്തെ ഉച്ചകത്തെ യോഗം നിർത്തി, നമ്മുടെ സീനിയർ പാസ്റ്ററേയും അല്ലാത്ത പാസ്റ്റർമാരെ എല്ലാം കൂടെ അവിടെ വരുത്തി നാടിളക്കി വിഷയായനെ. സ്തോത്രം. ഈ വലിയ വേവലാതി ഇല്ലാത്ത ഭർത്താവിനെ അറിയിച്ചില്ല, അറിയിച്ചിട്ടും വലിയ. സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ ഗൗരവം അറിയത്തില്ലാത്തവനെ അറിയിച്ചിട്ടും വലിയ. അതുകൊണ്ട് അച്ചായ കൊച്ചു പോയി എന്ന് പറഞ്ഞില്ല. സ്തോത്രം. കൊച്ചിനെ ഏത് മുറിയിൽ നിന്നാണോ പ്രാർത്ഥിച്ച് പ്രാപിച്ച് ആ മുറി കൊണ്ട് കിടത്തി. ഈ സഹോദരി കൊച്ചിനെ അല്ല ആദ്യം മേടിച്ചത്, ആദ്യം പ്രാർത്ഥനാ മുറി ഉണ്ടാക്കുവാൻ. അച്ചാട് പറഞ്ഞാൽ നെല്ല് വെക്കാൻ സ്ഥലമുണ്ട്, ചോളം വെക്കാൻ സ്ഥലമുണ്ട്, ഗോതമ്പ് വെക്കാനുണ്ട്, പ്രാർത്ഥനാ മുറി ഇല്ലല്ലോ. അതുകൊണ്ട് വീടിനോട് ചേർത്ത് ആദ്യം എന്തോ ഉണ്ടാക്കണം, ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടാക്കണം. അതിനാണ് ഈ പ്രാർത്ഥനാ മുറി. നാളെ വിഷയം വരും. ഇവിടെ കൊയ്ത്ത് നടക്കുമ്പോൾ വേറെ വിഷയം വരും. വിഷയം വരുമ്പം വിഷയം കൊണ്ട് വെക്കാൻ ഒരു സ്ഥലം വേണ്ടേ. ഹല്ലേലൂയ.
എന്നും കൊയ്ത്തുമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കല് കളപ്പുരയാന്നോർക്കല്ലേ. കൊയ്ത്ത് നടക്കുമ്പോ തന്നെ വിഷയം വരും. വിഷയം കൊണ്ട് കിടത്താനൊരു സ്ഥലം വേണ്ടേ? അതിന് വിഷയം വരുന്നതിന് മുമ്പേ ഒരു മുറി എക്സ്ട്രാ പണിയാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ പറയണം. നിനക്കുണ്ടോ പ്രാർത്ഥനാ മുറി? 3 ബെഡ്റൂം നമ്മൾ പടം വരച്ചായിരുന്നു. 3 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം, അടുക്കളയ്ക്ക് വേറെ അറ്റാച്ച്ഡ് ബാത്റൂം, വേലക്കാരിക്ക് പാൻ. അടുക്കളയ്ക്ക് അറ്റാച്ച്ഡ്. സ്തോത്രം. എനിക്ക് പിണക്കൊന്നുമില്ലേ, ക്ഷമിക്കണം. പ്രെയർ റൂം പണിയുന്ന കാര്യം ഓർത്തോ? വിസിറ്റിംഗ് റൂം പണിതു, ലിവിങ് റൂം പണിതു, ഡൈനിങ് റൂം പണിതു, അറ്റാച്ച്ഡ് പണിതു, 2 അടുക്കള, ഗ്യാസിന്റെ അടുക്കളയും. പ്രെയർ റൂമിന്റെ കാര്യം ഓർത്തോ? പക്ഷെ ഇവൾ ഓർത്തു. അത്തരത്തിന് പണിയെല്ലാം കഴിഞ്ഞായിരുന്നു. പണി കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് അഡീഷണൽ പെർമിഷൻ മേടിച്ചു. അങ്ങനെ മിണ്ടുന്നില്ല. ആദ്യത്തെ പടം വരച്ചതിനകത്ത് ഇതില്ലച്ചാ. ഇപ്പൊ 2ാമത് പണിയാണെങ്കിൽ എന്തോ മേടിക്കണം? പെർമിഷൻ മേടിക്കണം. അപ്പൊ പെർമിഷൻ മേടിച്ചപ്പോൾ അതിനകത്ത് വെക്കേണ്ടി എന്നൊക്കെ ഞാൻ തീരുമാനിച്ചു. സ്തോത്രം. ഇരുട്ട് പോയാലും വെളിച്ചം കാണാൻ ഒരു റാന്തൽ വിളക്ക് എൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും ഈ കയ്യിലിരുന്ന ദ്രഹ്മ പോകുന്നത് പോലെ കയ്യിരിക്കുന്ന കൊച്ചു പോയാൽ കണ്ടെത്താൻ ഒരു വിളക്ക് വേണമല്ലോ. ഹലോ, ദ്രഹ്മ പോയി കഴിഞ്ഞ് വിളക്കുണ്ടാക്കിയെന്നല്ല, കയ്യിലുള്ള ദ്രഹ്മ പോകുന്നതിന് മുമ്പേ അവൾ വിളക്ക് അവിടെ വെച്ചു. കൊച്ചു മരിച്ച കിടത്താൻ ഒരു കട്ടിലുണ്ടാക്കി വെച്ചു. എല്ലാവരും സ്വതന്ത്രം വേണം. നമ്മുടെ ധാരണ ഏലിശായെ കിടത്താനാ നല്ലെന്നേ. നാളെ വിഷയം വരുമ്പോ കിടത്താനൊരു സ്ഥലം നിന്റെ വീട്ടിലുണ്ടോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നിട്ട് അവൾ കതക് അടച്ചു, പൂട്ടി താക്കോല് കൈവച്ചു. ഇനി ഞാൻ വരുന്നതിന് മുമ്പാണ് അയാൾ വന്നാൽ ഈ മുറിക്കകത്ത് എന്ത് ചെയ്യല്ലേ? അയാൾ ആ മുറി കയറത്തില്ല, അത് വേറൊരു കാര്യം. തിരക്കൊഴിഞ്ഞിട്ട് ഈ മുറി കയറാൻ പുള്ളിക്ക് സമയമില്ല. സ്തോത്രം. എന്നിട്ട് ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, അടിയന്തരമായിട്ട് എനിക്കൊരു ചെറിയ വാഹന ക്രമീകരണം ചെയ്തു തരണം, എനിക്ക് ഇന്നിടം വരെ ഇപ്പോൾ പോകണം. അയാൾ പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയല്ല, ഞായറാഴ്ച അല്ല, ഇപ്പൊ 21 തൊട്ട് നടക്കുന്നു ഇല്ല, പിന്നെ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ട കാര്യം എന്നാ? അവൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. കളപ്പുരയുണ്ട്, അറ്റാച്ച്ഡ് ഉണ്ട്, ലിവിങ് റൂമുണ്ട്, ഡൈനിങ് റൂമുണ്ട്, വിസിറ്റിംഗ് റൂമുണ്ട്, വേണ്ടതില്ല. സ്വതന്ത്രം പറഞ്ഞില്ല. ഇപ്പൊ പോകുന്നതിന്റെ കാര്യം മനസ്സിലായോ? എല്ലാം ഉണ്ട് നോക്കുമ്പം. പക്ഷെ വേണ്ടത് ഒരു ഹല്ലേലൂയ പറയണം. ഈ പ്രാർത്ഥന വെച്ചേക്കുന്നത് നിന്റെ കയ്യിൽ നിന്ന് വേണ്ടത് പോയി. അത് തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. കൈവിട്ടുപോയ ജീവൻ ഇന്ന് പകൽ നീ തിരിച്ചു പിടിക്കണം. ഓ ഹല്ലേലൂയ. അവള് ദാസനെ വിളിച്ചു പറഞ്ഞു, കഴുതെ തെളിച്ചു പൊക്കോണം. ആരെങ്കിലും ഇങ്ങോട്ട് വന്ദനം പറഞ്ഞോണ്ടേ വന്ദനവും പറഞ്ഞ് അവിടെ നിന്നുകൊണ്ട് വർത്താനവും പറഞ്ഞ് ഇന്നലെ ആരായിരുന്നു, മിനിഞ്ഞാന്ന് ആരായിരുന്നു, നാളെ ആരാണ്, ഇതെല്ലാം പറഞ്ഞ് നീ വെറുതെ സമയം കളയാതെ വന്ദനവും പറയണ്ട, പ്രതിബന്ധനവും പറയണ്ട. നീ ഒരു ലക്ഷ്യത്തിലേക്ക് പോവാം. ആ ലക്ഷ്യത്തിൽ ചെല്ലുന്നത് വരെ ഇടയ്ക്ക് വെച്ച് മറ്റൊരു സംഭാഷണവും വേണ്ട. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? കുറഞ്ഞ ഇനിയുള്ള 11 ദിവസമെങ്കിലും വേറെ സംഭാഷണം വേണ്ട. നിന്റെ ലക്ഷ്യത്തിൽ ചെല്ലുന്നത് വരെ, നിന്റെ മറുപടി തരുന്നവന്റെ അടുക്ക ചെല്ലുന്നത് വരെ മറ്റുള്ള മുഴുവൻ ടോക്കിങ്ങുകൾ നിർത്തി, മറ്റുള്ള എല്ലാ സംഭാഷണങ്ങൾ നിർത്തി. ഓ, ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ ഏക ലക്ഷ്യം നിർജീവമായി പോയ ചിലതിനെ ജീവിപ്പിക്കുവോളം. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഇരിക്കുന്ന പ്രവാചകൻ ഭയങ്കര വെളിപ്പാടുള്ള ആളാണ്. ആരാമ്യ സൈന്യത്തിന്റെ രഹസ്യ സങ്കേതത്തിൽ ഇരുന്നുകൊണ്ട് അവനങ്ങ് ഭൂമിക്കറിലെ തുറക്കത്തിൽ ഹമാസ് ഇരിക്കുന്നവരിക്കാതിരിക്കട്ടെ, അല്ലെ ഹിസ്ബുള്ള ഇരിക്കുന്നവരിക്കാതിരിക്കട്ടെ, അങ്ങനെ തുരങ്കത്തിൽ ഇരുന്ന് പറയുന്ന കാര്യം പ്രാർത്ഥനാമുറി വെളിപ്പെടുന്ന ആളാണ് ആര്? ഏലിശ.
പക്ഷെ താൻ പ്രാർത്ഥിക്കുന്ന വീട്ടിൽ നടന്ന സംഭവം പുള്ളി തൊട്ട് അറിഞ്ഞില്ല. ഇപ്പം വീട്ടുകാരും സഭക്കാരും ചോദിക്കുന്നത്, ഇന്നലെ പുള്ളി അങ്ങ് പ്രവാചകം വന്ന് ദൂതൊക്കെ പറഞ്ഞു, പുള്ളിക്ക് ഇതൊന്നും വെളിപ്പെട്ടില്ലേ? 10 ദിവസം പ്രവചിച്ചിട്ടും ഈ കാര്യം. എല്ലാ കാര്യവും എല്ലാവരോടും പറയത്തില്ല. ചിലതൊക്കെ ദൈവം മറച്ചു വെക്കും. മറച്ചു വെക്കുന്നത് നിന്റെ അനുഗ്രഹത്തിനാണ്. നീ ചോദ്യം ചെയ്യാതെ ദൈവത്തെ സ്തുതിച്ചോണം. നിനക്ക് വെളിപ്പെടാത്ത ചില വിഷയങ്ങളുണ്ട്, വെളിപ്പെട്ടു വരാത്ത ചില വിഷയങ്ങളുണ്ട്. അത് നാശത്തിനല്ല, അതൊരു അനുഗ്രഹത്തിനാ. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞ ഗേഹസി നമ്മുടെ ആ ശൂന്യംകാരി വരുന്നതുകൊണ്ട് വളരെ മനോദുഃഖത്തോടാണ് അവള് വരുന്നത്. പക്ഷെ എന്നെ വിഷയം ദൈവം എന്തിട്ടില്ല, അറിയിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം പ്രവാചകനെ പോലും മറയ്ക്കുന്ന ചില വിഷയങ്ങൾ. ഈ ലാസർ ദീനമാകുന്നതിന്റെ തലേ ആഴ്ചയിൽ ഒരു പക്ഷെ യേശു വന്ന ആ വീട്ടിൽ വന്ന ചോറുണ്ട് കാണത്തില്ലേ? എന്നാലും യേശുവിന് പറയത്തില്ലേ, മോൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോണം, ഒരു ചെറിയ പോരാട്ടം വരുന്നുണ്ട്, ആ വിഷയത്തിൽ നിങ്ങൾ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എന്ത് ചെയ്തോണം? ഹലോ, ചില വിഷയങ്ങൾ മറച്ചു വെക്കും. ദൈവമഹത്വം വെളിപ്പെടാനാ. സ്വത്രം പറയണം. വെളിപ്പെടാത്ത ചില വിഷയങ്ങൾ ദൈവമഹത്വം വെളിപ്പെടാനാ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളുടെ മേൽ നീ ആത്മാവിൽ കരുത്ത് പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവം ഇതിന് നടുവിലുണ്ട്, ദൈവം ഇതിന് നടുവിലുണ്ട്. ദൈവം ചിലത് ചെയ്യാൻ പോകുക. അങ്ങനെ എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, മറച്ചു വെച്ചിട്ട് സമയത്ത് ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ചില പ്രത്യേകമായ സ്പെഷ്യലൈസ് ചെയ്ത വിടുതലുകൾ സഭയ്ക്കകത്ത് ദൈവം ചെയ്യാൻ പോകുക. ഏറ്റെടുക്കുന്നവര് മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ കരമൊന്ന് ചേർത്തടിച്ച് ആരാധിച്ച് അസാധാരണമെന്നും അസാധ്യമെന്നും നിനക്ക് തോന്നുന്ന ചില വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഹോദരിമാരുടെ ഗണത്തിൽ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു പേര് മാർത്ത പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നേരവും എപ്പോഴും കാകരിക്കുന്ന പുള്ളി കരയുന്ന പായെന്ന് എഴുന്നേറ്റിട്ടില്ല. 4 ദിവസമായിട്ട് ആ സഹോദരി ആ പായെന്ന് എഴുന്നേറ്റിട്ടില്ല. ഇപ്പം ഇടയ്ക്കൊക്കെ യഹൂദന്മാർ പറഞ്ഞു, ഇങ്ങനെ ഇരിക്കാതെ ആർക്കാ പ്രശ്നം ഉണ്ടാകാത്ത, ഇത്രയും നാളൊക്കെ ജീവിക്കാനേ ദൈവം അനുവദിച്ചുള്ളൂ, അവൻ പിതാവിൻ്റെ സന്നിധി വിശ്രമിക്കുക, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മറിയെ അനങ്ങിയിട്ടില്ല. മറിയയ്ക്കറിയാം വിളിക്കുന്ന ഒരാൾ വരുന്നുണ്ട്. അവൻ വിളിക്കുന്നത് വരെ ആള് വിട്ടപ്പോൾ ഇരുന്നതാ. അസുഖമാണെന്നും പറഞ്ഞ് ആള് വിട്ടപ്പോൾ ഇവിടെ ഇരുന്നതാ. പിന്നെ ഇവിടെ എണ്ണിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് എണ്ണിച്ചെന്നറിയാമോ? മാർത്ത വന്ന് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞു. സ്തോത്രം. അന്നേരം അവൾ എഴുന്നേറ്റു. അപ്പൊ ഈ യഹൂദന്മാർ വിചാരിച്ച് അടക്കത്തിനൊന്നും ഇവളങ്ങ് സെമിത്തേരി പോയില്ല. അപ്പൊ എന്നാ പിന്നെ 4 ദിവസം ആയപ്പോ തിരികെത്തിക്കാനോ വല്ല ഇവള് പോവാ എന്ന ഇവന്മാർ ധരിച്ചേ. തൻ്റെ വിഷയത്തിന്റെ മറുപടി തരേണ്ടവൻ തന്നെ വന്ന് വിളിക്കുന്നത് വരെ മുഴങ്കാലും മടക്കിയെടുത്ത് അവൾ ഇരുന്നെങ്കിൽ ഈ 10ാമത്തെ പകൽ എന്തെങ്കിലും കേട്ട് നീ എഴുന്നേറ്റ് പോകരുത്. മറുപടി തരുന്നവൻ വന്നിട്ടുണ്ട്. അവൻ നിന്നെ വിളിക്കുന്നെന്ന് പറയുമ്പോൾ നീ ഇരിപ്പടം വിട്ടെഴുന്നേറ്റാൽ നിന്റെ നഷ്ടപ്പെട്ട വിഷയത്തെ ഉയർത്തിയെടുത്ത് നിന്റെ കയ്യിൽ തരാൻ അവൻ മതിയായവനാ. ഏറ്റെടുക്കുന്നവന് മാത്രം ചേർന്ന് ഈ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ച് ചില തകർന്ന വിഷയങ്ങളെ ചലനാത്മകമായ വിടുതല്, ജീവൻ നൽകുന്ന വിടുതല്, ഒരു ഉയർപ്പിന്റെ ഘോഷമുയരുന്ന വിടുതല്. ഓ ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിൽ നിന്ന് പകൽ വെളിപ്പെടുകയാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ.
പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. യേശുവിനെ അറിയാമോ? യേശുവിനെ അറിയാമോ? മാർത്ത പറഞ്ഞു, ഞാൻ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തില്ലെങ്കിലും, എല്ലാവരും കാണുമ്പോൾ ഞാൻ അടുക്കളയിലായിരുന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ നിന്റെ അടുക്കലായിരുന്നു. നീ ആരാണെന്ന് എനിക്കറിയാം. ഇപ്പോഴും നീ ആരാന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പോലെ എത്ര പേർക്കറിയാം യേശു ആരാണെന്ന്? എത്ര പേർക്കറിയാം? നീ ഒന്ന് പറഞ്ഞ് അവൻ കേൾക്കട്ടെ. യേശുവിനോട് ആ വലിയ പ്രയാസനടുവി പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും നീ പിതാവിനോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഒന്ന് അറിഞ്ഞ് പറഞ്ഞ് സ്വർഗമാവൊന്ന് കേൾക്കട്ടെ. നീ സേവിക്കുന്ന ദൈവം, നീ 10 നാളുകളായി മുഴങ്കാലും അടക്കിയിരിക്കുന്ന ഈ ദൈവസന്നിധിയിൽ അവനാരെന്നറിഞ്ഞാൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനം എഴുന്നേൽക്കാം. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് നിങ്ങളെ മുൻപോട്ട് വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്ക് ഈ ലോകത്തിൽ കൊടുക്കാനും വാങ്ങാനും കഴിയുന്നുണ്ടെങ്കിൽ പരസ്പരം പ്രാർത്ഥനയാണ്. ഓരോരുത്തരുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പറഞ്ഞ് വിശ്വസിച്ചേ, നിന്റെ തൊട്ടടുത്ത വീട് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയുള്ളൊരു താഴ്വരയാണ്. അവന് സ്വസ്ഥതയില്ല, അവന് സമാധാനമില്ല. അവിടെ പല കൂടാരത്തെ നിലവിളിയാണ്. നീ 30 വർഷമായി അയലോക്കത്ത് താമസിക്കുന്നു. നീ പ്രാർത്ഥനയ്ക്ക് വരുന്നു പോകുന്നു, പക്ഷെ നീ അവനോട് മിണ്ടിയിട്ടില്ല. നീ ഇന്ന് പകൽ ആ ഭവനത്തെ ഒന്നാത്മാവെ ചുറ്റിക്കേ. നീ ഒന്നാത്മാവെ ചുറ്റിക്കേ. നിനക്ക് ചെയ്യാവുന്നത് മാത്രം ചെയ്താൽ മതി. നീ വചനം പറഞ്ഞേ, കാറ്റ് അവൻ അടുപ്പിച്ചോളും. നിഗതന്മാരുടെ മേൽ കാറ്റ് അവൻ അടുപ്പിച്ചോളും. ജീവൻ അവൻ കൊടുത്തോളും. ഒരു സൈന്യമായിട്ട് അവൻ എഴുന്നേൽപ്പിച്ചോളും. ഇന്ന് പകൽക്കാലം നീ ഒന്ന് നിനക്ക് ചെയ്യാൻ കഴിയുന്നത്, എന്റെ കർത്താവിന് വേണ്ടി നിനക്ക് ചെയ്യാൻ കഴിയുന്നത്. ഓ ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങയുടെ ഈ മക്കളെ ഏഴിയുടെ മേൽ അങ്ങ് പകർന്ന ആത്മാവിന്റെ അധികാരത്തിൽ, അഭിഷേകത്തിന്റെ ശക്തിയിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നിർജീവമായി പോയ, റൂമാല് ചുറ്റി ശീല പൊതിഞ്ഞ് ചില ആഴങ്ങളിൽ കൊണ്ട് മറച്ചു വെച്ച, ഇനി ഒരിക്കലും പൊങ്ങി വരത്തില്ലെന്ന് പിശാച് വാദിച്ച ചില വിഷയങ്ങളുടെ മേൽ ഈ 10ാമത്തെ പകൽ ഒരത്ഭുതം കർത്താവ് ചെയ്യുന്നതിനായി ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യുകയാണ്. അത് ആ കൂടാരങ്ങളിൽ വിടുതലായി വെളിപ്പെടട്ടെ. അത് സഭയിൽ വിടുതലായി വെളിപ്പെടട്ടെ. നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷക്തന്മാരെ, ഞങ്ങളുടെ ആദരണീയ പാസ്റ്ററിനെ, തന്റെ കുടുംബത്തെ, തലമുറകളെ, കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികം ഈ പട്ടണത്തിൽ നെടുകയും കുറുകയും നടന്ന് നിന്റെ സാക്ഷിയായ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.